ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവത കഥാശ്രവണോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഓരോ ദിവസവും നമ്മൾ ശ്രീമദ് ഭാഗവത്തിൻ്റെ അമൃതത്തെ ഇങ്ങനെ രുചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ നമ്മൾ ചർച്ച ചെയ്തത് കുന്തിദേവി ആ മായാജവനിക ഛന്നം അല്ലെ, മായാദേവിയുടെ ആ ഒരു കർട്ടനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് വളരെ വിശദമായിട്ട്. കുന്തിദേവി പറയുന്നു, മായാദേവിയുടെ ഈ ഒരു കർട്ടൻ കാരണം സാധാരണ ജനങ്ങൾക്ക് ഒരിക്കലും ഭഗവാനെ അറിയാൻ പറ്റത്തില്ല. ഇനി ആ കർട്ടൻ മാറി എങ്ങനെയാണോ നമ്മൾ നാടകം കാണുമ്പോൾ നടൻ നല്ല രീതിയിൽ ആ ഒരു ക്യാരക്ടറിൽ അഭിനയിക്കുന്നുണ്ട്, ആ ഒരു കഥാപാത്രത്തിൽ ഇങ്ങനെ ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല ഇത് ഈ കഥാപാത്രമല്ല, ഇത് നടനാണ്. നടൻ മാറി നിൽക്കുകയാണ് ഇതിൽ നിന്നൊക്കെ അല്ലേ. അതേപോലെ സൃഷ്ടിയിൽ നിന്നും, സൃഷ്ടിക്ക് മുമ്പേയും ഭഗവാനുണ്ട്, സൃഷ്ടി നടന്നതിന് ശേഷവും പരിപാലനം ചെയ്യാൻ ഭഗവാനുണ്ട്, സൃഷ്ടിയെല്ലാം സംഹരിച്ചതിന് ശേഷവും ഭഗവാനുണ്ട്. ഭഗവാൻ എപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. അന്നേരം ആ ഒരു ലീല ഭഗവാൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഭഗവാൻ അതാ പറയുന്നത്, ജന്മകർമ്മച്ചമേ ദിവ്യം. ഭഗവാൻ അവതരിക്കുന്നതും ഭഗവാന്റെ കാര്യങ്ങളുടെയും രഹസ്യങ്ങൾ ആര് മനസ്സിലാക്കിയോ, ജന്മകർമ്മച്ചമേ ദിവ്യം. ഏവം യോ വ്യക്തി തത്വത ആ തത്വം ഭഗവാൻ അവതരിക്കുന്നതിൻ്റെയും ഭഗവാൻ ഇവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെയും തത്വം മനസ്സിലാക്കുക. തത്വത അവരെന്താണ്? അവർ വീണ്ടും പുനർജന്മ നൈതി, അവർ വീണ്ടും പുനർജനിക്കുന്നില്ല, അവർ നേരെ ഭഗവാന്റെ ധാമത്തിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അന്നേരം തത്വം എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ജന്മകർമ്മ ചൊമേ ദിവ്യം. ആ ദിവ്യത്വം മനസ്സിലാക്കണം, അതിൻ്റെ തത്വം മനസ്സിലാക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ കഥകൾ മാത്രം കേട്ട് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ജന്മത്തിൻ്റെ, എൻ്റെ അവതാര ഉദ്ദേശത്തിൻ്റെ ആ ഒരു തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ പുനർജനിക്കത്തില്ലെന്നാണ് പറയുന്നത്. അന്നേരം ഭാഗവത കഥാശ്രവണം എന്ന് പറഞ്ഞാൽ തത്വത്തെക്കുറിച്ച് അറിയണമെന്നാണ് ഇമ്പോർട്ടൻറ്റ്. ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ള ഭഗവത്ഗീതയിലെ ശ്ലോകമാണ്. ഏതാണ്? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനധർമ്മസ്യ തദാത്മാനം സജാമ്യം പരിത്രാണായ സാധൂനാ വിനാശായ ച ദുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ. ഇത് കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ ഉടനെ പറയുക, എന്താണ് ഭഗവാൻ പറഞ്ഞത്? ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടി അല്ലേ, സാധുജനങ്ങളെ സംരക്ഷിക്കാനും ദുഷ്കൃതികളെ നശിപ്പിക്കാനും അതിനുവേണ്ടി ഞാൻ അവതരിക്കുന്നു. ആ അവതരിക്കുന്നതിൻ്റെ കാരണം തത്വം ജന്മകർമ്മ ച മേ ദിവ്യം. അത് ദിവ്യമാണ്, ഭൗതികമല്ല. ഈ ഒരു ശ്ലോകം എന്തിനാണ് ഭഗവാൻ പറഞ്ഞത്? ഇതിനു മുമ്പേ തുടക്കത്തിൽ ഭഗവാൻ പറഞ്ഞു ഏവം പരമ്പരാപ്രാപ്തം. അതാണ് നമ്മൾ ഭഗവത്ഗീതയും ഭാഗവതവും കൂടെ കണക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ രസമാണ്. ഭഗവത്ഗീത ഉപയോഗിച്ച് നമുക്ക് ഭാഗവതം മനസ്സിലാക്കാം, ഭാഗവതം ഉപയോഗിച്ച് ഭഗവത്ഗീത മനസ്സിലാക്കാം. കാരണം ഇത് രണ്ടും ഭഗവാനെ കുറിച്ചാണ്. ഭഗവത്ഗീത ഭഗവാന്റെ അധരപത്മങ്ങളിൽ നിന്ന് വരുന്നു, ഭഗവാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ. ഭാഗവതം ഭഗവാനെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ, ഭഗവാനെക്കുറിച്ച് ഭഗവാന്റെ ഭക്തർ സംസാരിക്കുന്ന കാര്യങ്ങൾ. ഇത് രണ്ടും അമൃതം തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. അന്നേരം ഭാഗവതം ആരാണ് ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നു. ഭഗവാന്റെ ആ ഒരു പൊസിഷൻ എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഭഗവത്ഗീത മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ കൃഷ്ണന്റെ പൊസിഷനാണ് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. ഭഗവത്ഗീത നല്ലപോലെ പഠിച്ച ഒരു വ്യക്തി പഠിച്ചു, അതിൻ്റെ സാക്ഷാത്കാരം കിട്ടിയ ഒരു വ്യക്തി കൺക്ലൂഡ് ചെയ്യുന്നത് ഭഗവാൻ കൃഷ്ണനാണ്. ഇതായിരിക്കും അതിൻ്റെ ഫൈനൽ കൺക്ലൂഷൻ. അതിലെത്തിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നും മനസ്സിലായെന്നാണ്. ഇന്നലെ വൈകുന്നേരം നമ്മൾ വളരെ ചുരുക്കത്തിൽ ഭഗവത്ഗീതയൊക്കെ ചർച്ച ചെയ്തില്ലേ. അന്നേരം അതെന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? കാരണം പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ കൃഷ്ണൻ, അതാണ് മെയിൻ. പലപ്പോഴും ഭഗവത്ഗീത അച്ചടിച്ച് പല ഭഗവത്ഗീതയും വരുന്നുണ്ട്, പക്ഷെ അതിലൊന്നും ഭഗവാൻ കൃഷ്ണനെ കാണാൻ പറ്റത്തില്ല. പുറത്തുള്ള ബുക്കിൻ്റെ കവറിലും കാണത്തില്ല, ഇനി ആ ശ്ലോകങ്ങൾ വിവരിക്കുമ്പോൾ അതിലും കാണത്തില്ല. പേരിന് വേണ്ടി എന്തായാലും കൃഷ്ണൻ പാവം പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ ഒരു മയിൽപ്പീലിയും വയ്ക്കും, ഓടക്കുള്ളും വയ്ക്കും, അത്രയേ ഉള്ളൂ. കൃഷ്ണനാണെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം ഭഗവാന്റെ ഭഗവത്ഗീത യൂസ് ചെയ്യും. അതിനൊന്നും ഭഗവാൻ കോപ്പിറൈറ്റ് ഒന്നും വെച്ചില്ല. കോപ്പിറൈറ്റ് വെച്ചെങ്കിൽ ആർക്കും ഇത് തൊടാൻ പറ്റത്തില്ലായിരുന്നു. കോപ്പിറൈറ്റ് ഭഗവാൻ വെച്ചിട്ടുണ്ട്. എന്താണ്? രാജവിദ്യ രാജഗുഹ്യം പവിത്രമിത് ഉത്തമം. ഇത് വളരെ രഹസ്യമായിട്ടുള്ള കാര്യമാണ്. അർജുന, നീ എൻ്റെ ഭക്തനും സുഹൃത്തും ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞു നൽകുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിന് അർഹതയില്ലാത്തവർ അത് മോഷ്ടിക്കാൻ ശ്രമിച്ചാലും അത് ഉപയോഗിക്കാൻ ശ്രമിച്ചാലും വർക്ക് ചെയ്യത്തില്ല, അർത്ഥം മനസ്സിലാവത്തില്ല.
അതവർ വിവരിച്ചു കഴിഞ്ഞാലും അവർക്കും മനസ്സിലാവത്തില്ല, കേൾക്കുന്നവർക്കും മനസ്സിലാവത്തില്ല. ഇവർ പറയും ഇതെന്ത് ഭാഷ എന്നേ അല്ലാതെ എന്തൊക്കെ ശ്ലോകങ്ങൾ പറഞ്ഞാലും അത് ഏതൊക്കെ രീതിയിൽ പറഞ്ഞു അവതരിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവത്തില്ല. ആ ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ആ പറയുന്ന ആൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവും, കേൾക്കുന്ന ആൾക്കും മനസ്സിലാവാൻ പറ്റും. അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ പറ്റൂ. അല്ലാതെ ഭഗവാൻ വിചാരിക്കാതെ ആർക്കും ഒന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ 100 കണക്കിന് ഭഗവത്ഗീതകൾ അച്ചടിച്ചിട്ടുണ്ട് പല പല പബ്ലിക്കേഷനിൽ. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പലപ്പോഴും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ദൈവം തെറ്റിദ്ധരിക്കരുത്, അവരോട് എനിക്കൊരു വിരോധമൊന്നുമില്ല അല്ലേ. നമ്മൾ ഹരേ കൃഷ്ണ ആൾക്കാർ വേറെ ആരെയും സ്വീകരിക്കത്തില്ല, അങ്ങനെ ഒന്നും അല്ല കേട്ടോ. ദൈവം അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമുക്ക് എല്ലാം കൊണ്ടും എല്ലാവരും ഒന്നിച്ച് കൊണ്ടുപോകണമെന്നേ ഉള്ളൂ. നമുക്കങ്ങനെ പാർഷ്യാലിറ്റി ഇല്ല, ഫാനറ്റിക് അല്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പ്രത്യേക ചട്ടക്കൂട് അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്തിനാ ഇത് വീണ്ടും വീണ്ടും പറയുന്നത്? ഒരു സ്റ്റാൻഡേർഡ് വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കുട്ടികൾക്കൊരു ടെക്സ്റ്റ് ബുക്ക് ഓരോ സ്റ്റാൻഡേർഡിൽ ക്ലാസ്സിലുള്ള സ്റ്റാൻഡേർഡിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് ഈ ബുക്കാണ് വേണ്ടുന്നത് എന്ന് പറയുമ്പോൾ അത് തീരുമാനിക്കാൻ വേണ്ടി കുറച്ച് ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ്റെ കുറച്ച് ആൾക്കാർ കാണും. അവരാണ് എല്ലാ ഗ്രന്ഥങ്ങളും പല പല ഓഥേഴ്സ് എഴുതിയ ആൾക്കാർ എഴുതിയ എല്ലാം പഠിച്ചതിന് ശേഷം കൺക്ലൂഡ് ചെയ്യുന്ന ഇതാണ് കുട്ടികൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞോളെ അല്ലേ. അതിനെ കുറിച്ച് ആധികാരികത വേണം. പക്ഷേ സ്പിരിച്വാലിറ്റിയുടെ കാര്യത്തിൽ, ആധ്യാത്മിക പാതയുടെ കാര്യത്തിൽ പലപ്പോഴും അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ആരും പാലിക്കുന്നില്ല. കണ്ട് ആർക്കും എഴുതാമെന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് ഇപ്പം ഭഗവത്ഗീത. പക്ഷെ എഴുതിയിട്ട് മാറ്റമൊന്നുമില്ല, അവർക്കും ഇല്ല, കേൾക്കുന്നവർക്കും ഇല്ല, ഒരു മാറ്റവും ഇല്ല. അത് വേറെ കാര്യം. പക്ഷെ എന്നാലും എല്ലാത്തിനും ഇപ്പോൾ എന്തെങ്കിലും ഒരു ആധികാരികത വേണ്ടേ? അത് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും അത് സ്ട്രെസ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ, മൈക്കിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കേൾക്കാമോ? എല്ലാം കണക്റ്റഡ് ആണല്ലോ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കേൾക്കാമെങ്കിൽ ഞാൻ അടിക്കോ? കേൾക്കാമോ? അന്നേരം നമുക്ക് ആരോടും വിരോധം അങ്ങനെയൊന്നും ഉണ്ടായിട്ട് പറയുന്നതല്ല. കാരണം കേൾക്കുന്നവർക്കൊരു ക്ലാരിറ്റി വേണം. അല്ലാതെ ഒരു ഓർഗനൈസേഷനോടും നമ്മൾ എതിരെയല്ല. ഇതിനേറെ പറയുന്നു നിരീശ്വരവാദികൾക്കും എതിരെയല്ല നമ്മൾ. അവർക്ക് പാവം അറിയത്തില്ല, അതുകൊണ്ടാണ് അല്ലേ. നിരീശ്വരവാദികൾ എന്തുകൊണ്ടാണ് നിരീശ്വരവാദിയെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ജ്ഞാനം ലഭിച്ചില്ല. നമുക്ക് ലഭിച്ചു ഭഗവാന്റെ കാരുണ്യത്താൽ. നമുക്ക് ഭാഗ്യം ലഭിച്ചു. അവർ നിർഭാഗ്യരാണ്. അതുകൊണ്ട് നമ്മൾ അവരോടും വിരോധമല്ല, അന്യമതക്കാരോടും വിരോധമല്ല. കാരണം അവരും ഈശ്വരൻ്റെ തന്നെ നാമമാണ് എടുക്കുന്നത്. അവരത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. സോ എല്ലാം കൊണ്ടും നമ്മളെല്ലാവരും ഒരു കുടുംബാംഗം തന്നെയാണ്. മലയാളികൾ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാവരും, നമ്മളെല്ലാവരും ഒരു കുടുംബം തന്നെ. എല്ലാവരും ഭഗവാന്റെ മക്കളാണ്. ഭഗവത്ഗീത അനുസരിച്ച് പറയുന്നത് മമൈവാംശോ ജീവലോകെ, എല്ലാവരും എൻ്റെ അംശമാണ്. അതുകൂടാതെ ഭഗവാൻ പറയുന്ന അഹം ബീജപ്രദപിത, ഞാനാണ് എല്ലാവരുടെയും അച്ഛൻ എന്ന് ഭഗവാൻ പറയുന്നു. എന്നാൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ തെറ്റ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ആധികാരികതയിൽ നിന്ന് പിന്തിരിയുമ്പോൾ, ഇപ്പോൾ ഭഗവാൻ കൃഷ്ണനാണ് ഭഗവത്ഗീതയിലെ പ്രധാന വ്യക്തി, അതിൽ യാതൊരു സംശയമില്ല. കാരണം ഭഗവാൻ പറയുന്നതാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ മഹാഭാരതത്തിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറഞ്ഞ അവർ തമ്മിൽ മാത്രമാണോ സംസാരിക്കുന്നത്? എത്രയോ പേര് ഇതിനു മുമ്പേ സംസാരിച്ചിട്ടുണ്ട് അല്ലേ. എത്രയോ പേര് ഇതിനു മുമ്പേ എല്ലാം സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും പക്ഷേ എന്തുകൊണ്ട് ആ സനാതന ധർമ്മത്തിൻ്റെ ധാർമ്മിക ഗ്രന്ഥമായിട്ട് ഭഗവത്ഗീതയെ തന്നെ നിശ്ചയിച്ചിരിക്കുന്നു? കാരണം ഭഗവത്ഗീത സ്പെഷ്യലാണ്. അത് ശ്രീ ഭഗവാൻ വാച, ഭഗവാൻ സ്വയം സംസാരിക്കുന്നതായതുകൊണ്ടാണ്. മനസ്സിലാക്കിയിരിക്കുക. അന്നേരം അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അന്നേരം ആ ഭഗവാൻ കൃഷ്ണൻ്റെ പ്രാധാന്യതയെ മാറ്റി വെച്ചിട്ട് വേറെ എന്ത് പറഞ്ഞാലും അത് തെറ്റാണ്. ഭഗവത്ഗീതയിലെ പ്രധാന വ്യക്തി ഭഗവാൻ തന്നെയാണ്. എല്ലാ ശ്ലോകങ്ങളും പറഞ്ഞത് ഭഗവാൻ കൃഷ്ണനാണ്. കുറച്ച് ശ്ലോകങ്ങൾ അർജുൻ പറഞ്ഞു, ഒരു ശ്ലോകം ധൃതരാഷ്ട്ര പറഞ്ഞു, ബാക്കി കുറച്ച് ശ്ലോകം സഞ്ജയനും പറഞ്ഞു.
ബാക്കി മാക്സിമം ശ്ലോകവും പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. അന്നേരം ആ ഒരു വ്യക്തി ആരാണെന്ന് കൊണ്ടുവരണ്ടേ മുന്നിൽ. പക്ഷെ ആ ഒരു വ്യക്തിയെക്കുറിച്ച് പറയാതെ, ആ ഒരു വ്യക്തി ആരാണ്, എന്തിനു വേണ്ടി സംസാരിക്കുന്നു എന്ന് മനസ്സിലാക്കാതെ, ആ ഭഗവാന്റെ പൊസിഷൻ മനസ്സിലാക്കാതെ ആ സ്വന്തം അഭിപ്രായങ്ങൾ മാത്രം അടിച്ചേൽപ്പിക്കാൻ നോക്കുക, അത് തെറ്റല്ലേ? അതും വളരെ വ്യക്തമായിട്ട് എല്ലാം കറക്റ്റായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ആത്മാവ് ഹൃദയത്തിലാണ് ഇരിക്കുന്നതെന്ന്, പരമാത്മാവ് ഇരിക്കുന്ന ഹൃദയത്തിലാണ് എന്നാണ് പറയുന്നത്. പിന്നെ പലപ്പോഴും ആ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാണവായുവിൻ്റെ സ്ഥലം മാറും. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും തീരുമാനിക്കാൻ പറ്റത്തില്ല ഇവിടെയാണ് ആത്മാവ് ഇരിക്കുന്നത്. അല്ല, ആത്മാവ് ഇരിക്കുന്ന ഹൃദയത്തിൽ തന്നെയാണ്. ബോധത്തെ നമുക്ക് ഉയർത്താനോ താഴ്ത്താനോ പറ്റും പല പല കുണ്ടലിനി ചക്രത്തിലൂടെ. അതൊരു മെക്കാനിക്കൽ പ്രോസസ്സാണ്. പക്ഷേ ആ കുണ്ടലിനിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മുടെ പ്രവൃത്തി അനുസരിച്ച്, നമ്മുടെ ചിന്തകൾ അനുസരിച്ച്, നമ്മുടെ ബോധം അനുസരിച്ച് നമ്മുടെ ഈ പ്രാണവായുവിൻ്റെ തലങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. മിക്കവാറും അത് ആ ഒരു മൂലാധാര ചക്രത്തിന് താഴെയായിട്ടാണ് നിൽക്കുന്നത്. അവിടുന്ന് നമ്മൾ ഉയർത്തണം നമ്മുടെ ആധ്യാത്മിക ചിന്തകൾ കൊണ്ട്. ഒരു വഴി എന്ന് പറഞ്ഞാൽ ആ ഒരു മൂലാധാര ചക്രത്തിൽ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ അതൊക്കെ വളരെ ഡേഞ്ചറസ് പ്രോസസ്സാണ്. കാരണം എന്താണ്, അറിയാതെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകമായിട്ട് ഒരു ബന്ധമില്ലാതെ ഇന്നാൾക്ക് പറഞ്ഞ പോലെ നക്ഷത്രങ്ങൾ എണ്ണം, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് നടക്കേണ്ടി വരും. നമ്മുടെ മനസ്സെല്ലാം ഔട്ട് ഓഫ് കൺട്രോൾ ആവും. പിന്നെ നമ്മൾ ഈ ഒരു ലോകമായിട്ട് ഒരു ബന്ധവും കാണും. അന്നേരം അങ്ങനെയൊന്നും ആയി പോകരുത്. അതിനെക്കാട്ടി ഏറ്റവും ബെസ്റ്റ് ആത്മീയ കാര്യങ്ങൾ ചെയ്യുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാനെക്കുറിച്ച് കേൾക്കുക. അതുകൊണ്ട് കുണ്ടലിനെ ഉണർത്താൻ വേണ്ടി പ്രത്യേകിച്ച് ശ്രമിക്കേണ്ട, തനിയെ കുണ്ടലിനെ എല്ലാം ഉണർന്നുകൊള്ളും. പ്രത്യേകിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ധ്യാനിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. ഭ്രാന്ത് പിടിക്കും. ചിലവർ പറയുന്നുണ്ട് ധ്യാനിച്ച് കുറേ നേരം ധ്യാനിച്ചപ്പോഴേക്ക് തലവേദനിക്കുന്നു. എങ്ങനെ തലവേദനിക്കാതിരിക്കും? ആവശ്യമില്ലാത്തൊക്കെ ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ തലവേദനിക്കാതെ പിന്നെ തല അങ്ങനെ തന്നെ ഇരിക്കുന്നത് ഭാഗ്യമെന്ന് വിചാരിക്കുക. പല ആൾക്കാരും മെഡിറ്റേഷൻ്റെ ടെക്നിക്സ് പറയും, ഇവിടെ തുമ്പത്ത് നോക്കിയിരിക്കൂ, അല്ലെങ്കിൽ പിന്നെ ഇവിടെ തന്നെ തുമ്പത്തൊന്ന് നോക്കി കഴിഞ്ഞാൽ തലവേദനിക്കും. പിന്നെ എന്താ മനസ്സംഭവിക്കും? ഇപ്പോൾ മൂക്കിൻ്റെ തുമ്പ്, ഇതൊക്കെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? അത്രത്തോളം ക്ഷമയോടുകൂടി ഇരിക്കുന്നവർക്ക് വേണ്ടിയാണ്. കലിയുഗത്തിലുള്ള നമ്മൾ പാവം ജനങ്ങൾക്ക് ക്ഷമ എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല, സഹനശക്തി ഇല്ല. നല്ല ശരീരമാണെന്ന് വെച്ചാൽ അതും ഇല്ല, ആയുസ് ഉണ്ടോ എന്ന് വെച്ചാൽ അതും ഇല്ല. ഇങ്ങനെ ഇരിക്കും. നമുക്ക് ഇതൊക്കെ ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? അതുകൊണ്ട് വെറുതെ എന്തിനാണ് സമയം കളയുന്നത്, അല്ലേ? അതൊരു ആവശ്യമില്ലാത്ത പരിപാടിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവസാനം എല്ലാം ഔട്ട് ഓഫ് കൺട്രോൾ ആവും. എല്ലാ ബോഡിയുടെ മെക്കാനിസം അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. നമ്മുടെ ശരീരം ഒരിടത്ത്, മനസ്സ് ഒരിടത്ത്, നമ്മൾ വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു വണ്ടിയുടെ ടയർ ഒരു സൈഡിൽ, സ്റ്റിയറിംഗ് ഒരു സൈഡിൽ, വണ്ടിയുടെ ബോഡി അവിടെ ഇവിടേക്ക് ആയി കഴിഞ്ഞാൽ എന്താവും? പിന്നെ അതാണ് സംഭവിക്കുന്നത്. ഒരാൾ ചോദിച്ചു കുണ്ടലിനി മഹാദേവനുമായിട്ട് കണക്ഷൻ. പിന്നെ തീർച്ചയായിട്ടും ഉണ്ടല്ലോ. മഹാദേവനാണ് യോഗയുടെ ഉസ്താദ്. കാരണം പരമയോഗി, ആദിയോഗി എന്ന് പറയുന്നത് മഹാദേവനാണ്. ഇത് നമ്മൾ പഠിച്ചിരുന്നു. ശിവരാത്രിയുടെ ആ ഒരു ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിപ്പിച്ചിരുന്നു. 84 ലക്ഷം ആസനങ്ങളാണ് മഹാദേവൻ പാർവതി ദേവിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതാണ് യോഗയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. 84 ലക്ഷം ആസനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു 5 or 10 ചെയ്യുമ്പോഴത്തേക്ക് ഒരു 3-4 ചെയ്യുമ്പോഴേ നമ്മുടെ ശ്വാസം മുട്ടും എന്നുള്ളതാണ്. അതിന് ആസനങ്ങൾ മുഴുവൻ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. 84 ലക്ഷം രീതിയിൽ നമ്മുടെ ശരീര അവയവങ്ങൾ വളയും. നമ്മുടെ എല്ലാവിധ ബോഡി, ഹാൻഡ്സും അതും ഇതും ഒക്കെ. അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൻ്റെ എല്ലാ ഉദ്ദേശം എന്തിനാണെന്ന് വെച്ചാൽ ആ വായു കറക്റ്റായിട്ട് നമ്മുടെ 72,000 നാഡികളിലൂടെ സഞ്ചരിക്കുക. 72,000 നാഡികൾ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഇന്നലെയും പറഞ്ഞ പോലെ ഞരമ്പുകളല്ല, അതെല്ലാം പാത്ത് വേസ് ആണ്. ഇങ്ങനെ ഹൈവേ ഇല്ല, എക്സ്പ്രസ് ഹൈവേ മാതിരി നമ്മുടെ ശരീരത്തിൽ സൂക്ഷ്മ വഴികളുണ്ട് വായുവിന് സഞ്ചരിക്കാൻ വേണ്ടി. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വീടൊക്കെ നോക്കുകയാണെങ്കിലേ എല്ലാം അടച്ചു പൂട്ടിയിരിക്കുകയാണ്, തുറക്കുന്നേ ഇല്ല. സൂര്യപ്രകാശം വരുന്നില്ല, വായു സഞ്ചാരം ഇല്ല. എങ്ങനെ ഇരിക്കും? ഫ്രഷ് എയർ കിട്ടാതിരിക്കും. എങ്ങനെ ഇരിക്കും? അതേപോലെ നമ്മുടെ ശരീരത്തിലൂടെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഓക്സിജൻ ഫ്ലോ, ആ ഒരു പ്രാണവായു, സൂക്ഷ്മവായു ഇങ്ങനെ സഞ്ചരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ആസനങ്ങൾ ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു പാത്ത് വേസ് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ആസനങ്ങളൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ, അതായത് ശരീരത്തിൻ്റെ ആ ഒരു പ്രക്രിയ അനുസരിച്ച് കൂടുതൽ നമ്മൾ ഇന്ദ്രിയ തൃപ്തിയിലോട്ട് പോകുമ്പോൾ, ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ
പാത്വേസ് ഒക്കെ ബ്ലോക്ക് ആവും. എന്നിട്ട് എല്ലാ നാഡികളിലൂടെയും വായുവിൻ്റെ സഞ്ചാരം കറക്റ്റായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് രോഗമൊന്നും വരത്തില്ല. ബോഡി നല്ല ഫിറ്റായിട്ടിരിക്കും. അതിനു വേണ്ടിയാണ് ആസനങ്ങൾ ചെയ്യുന്നത്. ആസനങ്ങൾ വഴി എന്തിനാണ് ബോഡി എന്തിനാണ് ഫിറ്റാക്കി വെക്കുന്നതെന്നറിയാമോ? മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആവാതിരിക്കാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിങ്ങനെ ധ്യാനത്തിന് വേണ്ടി ഇരിക്കുകയാണെങ്കിൽ കാല് മുടക്കിയൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് അയ്യോ മുട്ടുവേദന എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുന്നത് മുട്ടുവേദനയെക്കുറിച്ചായിരിക്കും കൂടുതൽ. ധ്യാനത്തിൻ്റെ വിഷയം മാറുകയാണ്. അതാണ് പ്രശ്നം. നടുവേദന, മുട്ടുവേദന. അന്നേരം ആസനങ്ങൾ വഴി വേദനകളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാനുള്ള ഒരു പരിശ്രമമാണ്. അതാണ് നമ്മുടെ ശ്രമം. അന്നേരം ധ്യാന നിമഗ്ന അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ആസനങ്ങൾ ചെയ്തുകൊണ്ട് ശരീരം നല്ലപോലെ വഴങ്ങിയതിന് ശേഷം വായു പിന്നെ വായു ഡയറക്റ്റായിട്ട് സഞ്ചരിക്കുമ്പോൾ നമുക്ക് വേദനകളും അനുഭവപ്പെടുത്തില്ല. ശരീരം നല്ല രീതിയിൽ ഒരു വഴക്കമൊക്കെ വരും. വഴക്കമൊക്കെ വന്ന് നല്ല രീതിയിൽ അത് അങ്ങോട്ട് ഫ്ലെക്സിബിളാവും. പെട്ടെന്ന് നമുക്ക് വേദനകളൊന്നും വരത്തില്ല. അതിനാണ് അതിൻ്റെ ഉദ്ദേശം. അത് കഴിഞ്ഞതിന് ശേഷം ആ വായു സഞ്ചാരം കറക്റ്റ് ആകുമ്പോൾ എന്താണ്, മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ശരീരം കൂട്ടു നിൽക്കുന്നില്ല, വായുവിൻ്റെ സഞ്ചാരം കറക്റ്റല്ല. അതുകൊണ്ട് മനസ്സിനെ പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അന്നേരം മനസ്സ് സ്റ്റേബിളായിട്ട് നിന്നെങ്കിലേ ഈ മനസ്സുകൊണ്ട്, ഇപ്പോൾ മനസ്സ് പുറത്തോട്ടാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. അന്നേരം ഈ മനസ്സിനെ നമ്മൾ അകത്തോട്ടാക്കണം. എന്നിട്ട് ഈ മനസ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. അതാണ് പ്രോസസ്സ്. അന്നേരം ആ മനസ്സിനെ അകത്തോട്ടാക്കണമെങ്കിൽ ഈ മനസ്സിനെ പുറത്തുനിന്നുള്ള ഒരു കാര്യവും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അന്നേരം അതിനാണ് നമ്മൾ നിയമങ്ങളൊക്കെ പാലിക്കുന്നത്. ഇപ്പോൾ മാംസഭക്ഷണം കൂടുതൽ കഴിക്കുമ്പോൾ എന്താണ്, നമ്മുടെ നാവിൻ്റെ ത്വരയ്ക്ക് വേണ്ടിയാണ്, പുറത്തോട്ടാണ് നമ്മുടെ മനസ്സ് പോകുന്നത്. നമ്മൾ നാവ് കൊണ്ട് കഴിക്കുന്നു, പക്ഷെ മനസ്സതിൽ ആയിരിക്കുവാണ്. എത്രത്തോളം ഇന്ദ്രിയ തൃപ്തി ചെയ്യുന്നോ നമ്മുടെ മനസ്സിൻ്റെ ഫുൾ ഫോക്കസ് അതിലോട്ട് പോകുന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതായത് ഇന്ദ്രിയ തൃപ്തിയിൽ കൂടുതൽ നമ്മൾ ഇതാകുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, ഇന്ദ്രിയ തൃപ്തി എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി നമ്മുടെ മനസ്സ് എപ്പോഴും സന്നദ്ധനായിട്ട് നിൽക്കും എന്നുള്ളതാണ്. അന്നേരം നമ്മുടെ ഇന്ദ്രിയ വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഫുൾ ഫോക്കസ് അങ്ങോട്ടങ്ങ് പോകും. ഉദാഹരണത്തിന് കുട്ടികളെ നമ്മൾ നോക്കുകയാണെങ്കിൽ, കുട്ടികൾക്ക് പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സ് അവിടെയെങ്കില്ല, മനസ്സില്ല. പക്ഷേ അച്ഛനും അമ്മയും പടി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടേക്ക് ഇരിക്കും, പക്ഷെ മനസ്സ് അവിടെയില്ല. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ നല്ല അമേസിങ്, നല്ല ഡെലിഷ്യസ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം കുട്ടിയുടെ മുന്നിൽ വെച്ച് നോക്കിയേ, മൈൻഡ് ഫുൾ ഫോക്കസ്ഡ് ആയിരിക്കും. അന്നേരം ആ ഐസ്ക്രീം കഴിക്കുന്നതിന് മുമ്പേ തന്നെ മൈൻഡ് അതിലാണ്. ഇതിനെ കഴിക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ധ്യാന നിമഗ്നനായിട്ടിരിക്കുകയാണ്. പുറം ലോകത്തിലുള്ള ഒരു ദ്വന്ദ്ങ്ങളും അവനെ ബാധിക്കുന്നില്ല. സുഖം ദുഃഖം സമയകൃത്വ. നല്ല യോഗിയെ പോലെ അവൻ ആ ഐസ്ക്രീമിനെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ആ ഐസ്ക്രീം അങ്ങോട്ട് കഴിക്കുമ്പോഴും പുറത്ത് വീട്ടിൽ തീ പിടിച്ചാലും അവൻ അതൊന്നും അറിയത്തില്ല. ആറ്റം ബോംബ് പൊട്ടിയാലോ അവ അറിയത്തില്ല. അവൻ ആ ഐസ്ക്രീം ആസ്വദിക്കുന്നതിൽ ആ നാവിൻ്റെ തുമ്പത്ത് വയ്ക്കുമ്പോൾ അലിച്ചങ്ങ് ഇരിക്കുമെന്നുള്ളതാണ്. അതാണ്. അന്നേരം മനസ്സിന് പൊതുവെ ഈസിയാണ് ഇന്ദ്രിയ വിഷയങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ. കാരണം എന്താണ്, അതാണ് നമ്മൾ ഇത്രയും കാലം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. കാലാകാലങ്ങളായിട്ട് നമ്മൾ മനസ്സിനെ അതിനു വേണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഉദാഹരണത്തിന് സൈക്കിൾ ചവിട്ടാൻ പഠിക്കുമ്പോൾ തുടക്കത്തിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ചവിട്ടി എന്നാണ്, പിന്നെ നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. അല്ലെങ്കിൽ നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ ഗിയർ ഒക്കെ മാറ്റുന്നു. പക്ഷെ ആദ്യമൊക്കെ വളരെ ഞാൻ ബൈക്ക് ക്ലച്ച് അമർത്തുന്നു, ഗിയർ ചേഞ്ച് ചെയ്യുന്നു, എല്ലാം ഇങ്ങനെ ചിന്തിക്കണം. പക്ഷെ കുറേ ചെയ്ത് ശീലമായി പിന്നെ എന്താണ്, തനിയെ ഗിയറൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല എക്സ്പേർട്ടായിട്ടുള്ള രീതി കുറേ വർഷം ഓടിച്ച് ശീലം വന്നു കഴിഞ്ഞാൽ പിന്നെ ബൈക്ക് ഓടിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? ഇനി പുതിയതായിട്ടൊരു വണ്ടി കയറിയാലും നമ്മൾ ഗിയറൊക്കെ തപ്പും, അതിൽ ഗിയർ ഇല്ലെങ്കിലും, അല്ലേ? അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, കാരണം ഇതാണ് ശീലമായി. അതേപോലെ നമ്മൾ എത്രയോ ജന്മങ്ങളായിട്ട് മനസ്സ് ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് അങ്ങ് ശീലമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്.
അതുകൊണ്ട് പ്രായം ഒരു ബുദ്ധിമുട്ടല്ല, പ്രായം ഒരു പ്രശ്നമല്ല മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി. നമ്മൾ ഇത്രയും കാലം ചെയ്യാത്തൊരു കാര്യം ചെയ്യുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. പിന്നെ അതും കൂടാതെ യുവാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഈ ശരീരം ഫ്രഷ് ആയതുകൊണ്ട് അതും നമ്മളെ സഹായിക്കും. അന്നേരം കുട്ടിക്കാലത്തെ ഈ ധ്യാനമൊക്കെ പഠിപ്പിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഗുരുകുലത്തിൽ 5-ാമത്തെ വയസ്സിൽ തന്നെ വിടുന്നത്. അതുകൊണ്ട് നേരത്തെ ഭക്തി ആചരിക്കുന്ന ഏറ്റവും കൊണ്ട് നല്ലതാണ്. അതുകൊണ്ട് വീട്ടിലുള്ള കുട്ടികളെ പരിശീലിപ്പിക്കണം, കൂടുതൽ അവരെ ആ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം. കൂടുതൽ എൻജോയ്മെൻറ്റ് പുറകെ വിട്ടു കഴിഞ്ഞാൽ കുട്ടികൾ നശിച്ചു പോകും. കുറച്ച് ധ്യാനം, തപസ്യ, അങ്ങനെ തപസ്യ എന്ന് പറഞ്ഞാൽ ഒറ്റക്കാലിൽ നിന്ന് തപസ്യ അതല്ല, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കൊടുക്കുക കുട്ടികൾക്ക്. എന്തിനു വേണ്ടി? ജീവിതത്തിൻ്റെ കയ്പുകളൊക്കെ കുട്ടിക്കാലത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ആസ്വദിക്കാൻ മാത്രം പഠിപ്പിക്കുകയാണെങ്കിൽ അവ അത് മാത്രമേ പഠിക്കൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എത്ര നമ്മൾ പിടിച്ചു വെച്ചാലും അവ ആസ്വാദനം അന്വേഷിച്ച് കണ്ടെത്തും. അതുകൊണ്ട് പിന്നെ ആസ്വാദനം നമ്മൾ കുട്ടികൾക്ക് പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഐസ്ക്രീം വീട്ടിലുണ്ടെങ്കിൽ മോനെ നീ ഐസ്ക്രീം കഴിച്ചില്ലേടാ, എന്താണ് കഴിക്കാത്ത, കഴിക്കടാ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ആരും ഇല്ലെങ്കിൽ അവ എടുത്തെങ്കിലും കഴിക്കും എന്നുള്ളത്. കാരണം ഇന്ദ്രിയ ആസ്വാദനം സ്വാഭാവികമാണ്, നാച്ചുറലി സ്പോണ്ടേനിയസ്ലി അകത്തുനിന്ന് വരുന്ന ഒരു ത്വരയാണ് ഇന്ദ്രിയ ആസ്വാദനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മൃഗങ്ങളെ പ്രത്യേകിച്ച് പഠിപ്പിക്കണോ ആഹാരം എങ്ങനെ കഴിക്കേണ്ടതെന്ന്, ഉറങ്ങുന്നത് എങ്ങനെയാണെന്ന്? മനസ്സിലായില്ലേ? ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഏതെങ്കിലും പട്ടിക്ക് ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ക്ഷമിക്കണം, ഞാനിത് പച്ചയായിട്ട് പറയുന്നു, സത്യമല്ലേ? അവർക്ക് ട്രെയിനിങ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ നാച്ചുറലി ഇതൊക്കെ ചെയ്യുവാണെന്നുള്ളത്. അത് ഇൻബിൽഡാണ്, ജന്മാന്തരങ്ങളായിട്ട് ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ട്രെയിനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് ചില ആൾക്കാരൊക്കെ കുട്ടികൾക്ക് ഇതൊക്കെ പഠിപ്പിക്കണം, ലൈംഗിക ബന്ധത്തെക്കുറിച്ച് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ട്രെയിനിങ് ഉണ്ട്. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, ശരിയാണെന്നും പറയുന്നില്ല. ഞാൻ എന്താ പറയേണ്ടത്? മനസ്സിലായില്ലേ? ആ ഒരു ലൈംഗിക ബന്ധത്തെ ഉദ്വേഗിപ്പിക്കുന്ന രീതിയിലുള്ള ത്വരകൾ വരുന്ന സാഹചര്യത്തിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കുക, അതാണ് വേണ്ടത്. എന്നിട്ടൊരു പ്രായപൂർത്തിയും പക്വതയാകുന്ന സമയത്ത് അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ചെയ്യാം. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു കണക്കിന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. കാരണം അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയും സ്കൂളിലും അതിലുമൊക്കെ അല്ലേ, കുട്ടികളുമായിട്ട് ഇടപെടുമ്പോഴൊക്കെ കുറേ പ്രശ്നങ്ങളാണ്. പക്ഷേ ഏറെക്കുറെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ യൂട്യൂബ് വീഡിയോസും അതും ഇതൊക്കെയാണ്. അതിൽ നിന്ന് നമ്മളെ കുട്ടികളെ രക്ഷപ്പെടുത്തണം. കുട്ടികളെ രക്ഷപ്പെടുത്തണമെങ്കിൽ അവരോട് ഇത് കാണരുത് പറഞ്ഞാൽ കാര്യമില്ല. നമ്മളില്ലാതെ ഇരിക്കുമ്പോഴും അവർ കാണും. മനസ്സിലായില്ലേ? ആദ്യം അവരുടെ ഉള്ളിൽ ഇത് തെറ്റാണെന്നുള്ള ഒരു ചിന്ത ഉറയ്ക്കണം. ചിന്ത ഉറയ്ക്കണമെങ്കിൽ എന്താണ്? നല്ല ചിന്തകൾ കൂടണം, ഉയർന്ന മൂല്യങ്ങൾ അകത്ത് വരണം. ഇത് കാണുന്ന കുട്ടികൾക്ക് നല്ലപോലെ അറിയാം, തെറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. തെറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. ആർക്കാണ് അറിയാത്തത്? പക്ഷെ അവർക്കത് നോ പറയാൻ പറ്റുന്നില്ല. ഇന്ന് വൈകുന്നേരം ഭഗവത്ഗീത നമ്മൾ അതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം പാർത്ഥൻ ചോദിക്കുന്ന ആ ക്വസ്റ്റ്യനാണ്. പാർത്ഥൻ ചോദിക്കുകയാണ്, എന്താണ് അറിഞ്ഞുകൊണ്ട് എല്ലാവരും തെറ്റ് ചെയ്യുന്ന എന്തുകൊണ്ടാണ് ഭഗവാനെ എന്നാണ് ചോദിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം പൊതുവെ ഇന്ദ്രിയ ആസ്വാദനത്തിനുള്ള ഒരു ത്വര അത് ഉള്ളിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ്. അന്നേരം അതിനെ നിയന്ത്രിക്കാനാണ് പഠിപ്പിക്കേണ്ടത്, അല്ലാതെ അത് എങ്ങനെ ചെയ്യണമെന്നല്ല പഠിപ്പിക്കേണ്ടത്. ഇന്ദ്രിയ ആസ്വാദനത്തിനുള്ള ത്വരകൾ നമ്മുടെ ഉള്ളിലുണ്ട്, അതിനെ നിയന്ത്രിക്കാനാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അന്നേരം അങ്ങനെയുള്ള ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുക്കണം. മോനെ ബ്രഹ്മചര്യം വളരെ അത്യാവശ്യമാണ്. എൻ്റെ അടുത്ത് എന്താ കല്യാണമൊന്നും കഴിക്കേണ്ട അല്ല, പഠിക്കേണ്ട സമയത്ത് പഠിത്തമൊക്കെ കഴിയുന്നത് വരെ സെലിബസി കീപ്പ് ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കണം. ഗുരുകുലത്തിൽ 5 വയസ്സ് മുതൽ ആ ഒരു ഗുരുകുലത്തിൽ പോകുമ്പോൾ കുട്ടികളെല്ലാം ബ്രഹ്മചര്യകളായിരുന്നു. ബ്രഹ്മചര്യ വ്രതം എടുത്തിട്ടാണ് അവർ ഗുരുകുലത്തിൽ ഇരിക്കുന്നത്. അതാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. ലൈംഗിക ബന്ധം എന്താണ് എന്നതിനെക്കാട്ടിയും ലൈംഗിക ബന്ധത്തിനെക്കുറിച്ച് കൂടുതൽ നെഗറ്റീവ് കാര്യങ്ങൾ പറയാതെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ വിശദീകരിച്ച് എല്ലാം പറഞ്ഞു കൊടുത്തു. എന്തിനെക്കുറിച്ച്? ഒരു ചുവന്ന കുരങ്ങൻ്റെ കഥ അങ്ങ് പറഞ്ഞു കൊടുത്തു.
ചുവന്ന കുരങ്ങ് ഇങ്ങനെയാണ്, ചുവന്ന കുരങ്ങ് ഇങ്ങനെയാണ്, ചുവന്ന കുരങ്ങ് ഇങ്ങനെയാണ്, ഇങ്ങനെ ചുവന്ന കുരങ്ങൻ്റെ കഥ ഇങ്ങ് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയാം, മോനെ ചുവന്ന കുരങ്ങനെ കുറിച്ച് ചിന്തിക്കരുത് കേട്ടോ, ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ആ ചുവന്ന കുരങ്ങൻ്റെ കഥ എല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പറയുകയാണ്, ആ ഒരു കുരങ്ങനെ കുറിച്ച് നീ ചിന്തിക്കരുത് കേട്ടോ, ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എങ്ങനെയാണ് നടക്കുന്നത്? അന്നേരം യഥാർത്ഥത്തിൽ എന്താ വേണ്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു തെറ്റായിട്ടുള്ള വഴിയിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക. ഈ വഴി പോയാൽ ഇതാണ് സംഭവിക്കുന്നത്, ഇതാണ് കണ്ടില്ല ഇവരൊക്കെ പഠിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്തപ്പം കണ്ടില്ല അവരുടെ കരിയർ നശിച്ചു അല്ലേ? അങ്ങനെ പറഞ്ഞ് ആ കുട്ടികളുടെ ആ ഉള്ളിൽ ധർമ്മബോധവും നീതിബോധവും കൊണ്ടുവരണം. അതാണ് വേണ്ടത്, സത്യം അതാണ് വേണ്ടത്. എന്തായാലും കുട്ടികൾ പോകുന്നത് പഠിക്കാൻ വേണ്ടിയാണ്. ആ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യാൻ, ആ പഠിത്തത്തിൽ നിന്നും ഡിസ്ട്രാക്ട് ചെയ്യുന്നത് എല്ലാം അത് തെറ്റാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കുട്ടികളുടെ ഉള്ളിൽ വരണം. അത് മതി. കുട്ടികളായിട്ടിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. അത് കുട്ടികൾക്കും വലിയവർക്കും. ഈ കൊച്ചു പ്രായത്തിലേ നമ്മൾ ഈ കടിച്ചാൽ പൊട്ടാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കുത്തി നിറയ്ക്കുകയാണെങ്കിൽ അവരുടെ കുട്ടിത്വം നഷ്ടപ്പെടും. അവരുടെ ആ ഒരു മാസൂമിയത്ത് എന്ന് പറയത്തില്ലേ, ആ ഒരു ഇന്നോസെൻസ്, അവരുടെ ആ നിഷ്കളങ്കത്വം നഷ്ടപ്പെടും. അവരുടെ നിഷ്കളങ്കത്വം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വലിയൊരു ചതുവാണ് അവരോട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ പല റിയാലിറ്റി ഷോസ് വരുന്നുണ്ട്, അതുകൂടാതെ വീഡിയോസ് അതൊക്കെ വരും. അന്നേരം കൊച്ചു കുട്ടികളൊക്കെ വലിയ വർത്തമാനം പറയുമ്പോൾ ഉടനെ വലിയ കാര്യത്തിലാണ്, കണ്ടോ എൻ്റെ കൊച്ചുകുട്ടി പറയുന്നത് കണ്ടോ, വലിയ കാര്യങ്ങൾ അവൻ്റെ വായിന്ന് വരുന്നത് കണ്ടോ എന്നൊരു അഭിമാനമാണ്. അതിൽ അഭിമാനിക്കാനല്ല നമ്മൾ ഭയപ്പെടണം. അതൊന്നും അഭിമാനത്തിൻ്റെ ലക്ഷണമല്ല, ഭയപ്പെടാനുള്ള കാര്യങ്ങളാണ് അതൊക്കെ. കുട്ടികളായിട്ടിരിക്കുന്നതാണ് എല്ലാം കൊണ്ടും നല്ലത്. സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ വരെ കുട്ടിയായിട്ട് വരുമ്പോൾ കുട്ടിയായിട്ടല്ലേ ഇരിക്കുന്നത് അല്ലേ? അദ്ദേഹം വലിയ കാര്യങ്ങളൊന്നും ഇടയ്ക്ക് വല്ലപ്പോഴും ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് അദ്ദേഹം വലിയ കാര്യങ്ങളുള്ളത്. അല്ലാതെ എപ്പോഴും വലിയ രീതിയിലൊന്നും സംസാരിക്കത്തില്ല ഭഗവാൻ. വളരെയധികം അത്യാവശ്യമുള്ളപ്പോൾ മാത്രമാണ് വാ തുറന്ന് കാണിക്കുന്നത് ഭഗവാൻ, ബ്രഹ്മാണ്ടങ്ങളെയൊക്കെ കാണിക്കുന്നത്, ഗോവർദ്ധന പർവ്വതമൊക്കെ ഉയർത്തുന്നത്. അല്ലാത്ത സമയം കുട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കുട്ടികൾ എപ്പോഴും കുട്ടികളായിട്ടിരിക്കുന്നതാണ് കുട്ടികൾക്ക് നല്ലത്, മറ്റുള്ളവർക്ക് നല്ലത്. ചില വളരെ ഡേഞ്ചർ കേസസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അത് പറയാമോ ഇല്ലയോ എന്നറിയത്തില്ല. ഒരു ടീച്ചർ അവർ പറയുന്നു, സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ അവർ ക്ലാസ് എടുക്കുന്ന സമയത്ത് വളരെ മക്കൾ എന്നുള്ള രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റുമായിരുന്നു അല്ലേ? ഇന്നത്തെ കാലത്ത് അവർക്ക് വളരെ ശ്രദ്ധ കൊടുക്കണം, അവരുടെ ഡ്രസ്സ് പ്രോപ്പറാണോ എന്നൊക്കെ. സാരി ഉടുത്തുകൊണ്ട് പോകുമ്പോൾ എല്ലാ അവയവങ്ങളും മറഞ്ഞ് ഇരിക്കുകയാണോ എന്ന് വളരെ കോൺഷ്യസ് ആയിട്ടിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വീട്ടിൽ അമ്മ കുട്ടിയുടെ അടുത്ത് ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം അമ്മ മകൻ ആ ഒരു ബന്ധമാണ് അല്ലേ, അത്രത്തോളം ശ്രദ്ധിക്കില്ല. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോഴത്തേക്ക് ഉടനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ മറച്ചു പിടിക്കും. കാരണം അങ്ങനെ അതാണ് നമ്മുടെ കൾച്ചർ, വൈദിക സംസ്കാരം അനുസരിച്ച് കൾച്ചർ അതാണ്. അന്നേരം വീട്ടിൽ അമ്മ ഇരിക്കുമ്പോഴത്തേക്ക് കുട്ടിയും അങ്ങനെയാണ്. അന്നേരം കുട്ടിക്ക് അമ്മ എന്നുള്ളൊരു ബോധമുണ്ട്, അമ്മയ്ക്കാണെങ്കിൽ കുട്ടി എന്നുള്ളൊരു ബോധമുണ്ട്. അന്നേരം ആ ഒരു രീതിയിലാണ് പോകുന്നത്. അന്നേരം ആ ഒരു പവിത്ര ബന്ധമാണ്, അവിടെ വേറൊരു ചിന്തയില്ല. പക്ഷേ ഈ ടീച്ചർ പറഞ്ഞിട്ട് കരയുമായിരുന്നു. എനിക്ക് വലിയ വിഷമമായി. ടീച്ചറും അവരുടെ ഹസ്ബൻഡും രണ്ടുപേരും കൂടെ നമ്മളിങ്ങനെ ഇടയ്ക്കിങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് അവർ വളരെ കരഞ്ഞുകൊണ്ട് പറയാം, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളാണ്, അത് ഒരു 5th സ്റ്റാൻഡേർഡ് 6th സ്റ്റാൻഡേർഡ് ആ ഒരു കുട്ടികളാണ്. അന്നേരം കാരണം അമ്മമാർക്കൊരു പ്രത്യേകത ഉണ്ട്, ഭഗവാൻ കൊടുത്ത ഒരു 6th സെൻസ് അമ്മമാർക്കുണ്ട്. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയില്ലെങ്കിലും അവരുടെ ചുറ്റും പുറവിലാണെങ്കിൽ പോലും, അവരുടെ പുറവിലാണ് ഒരാൾ നിൽക്കുന്നതെങ്കിലും അവരെ ഏതർത്ഥത്തിലാണ് നോക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു പവർ, ഒരു കഴിവ് അമ്മമാർക്ക് ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. കാരണം നോക്കട്ടെ ഭഗവാൻ എന്തുമാത്രം ഹെൽപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ മൃഗങ്ങളെയൊക്കെ നോക്കുകയാണെങ്കിൽ, മൃഗങ്ങൾ പൊതുവേ അവരെ സംരക്ഷിക്കാൻ ആരുമില്ല, ആരും നോക്കാനില്ല. അന്നേരം പണ്ടൊക്കെ സുനാമി അതൊക്കെ വരുമ്പോഴത്തേക്ക്
അവർക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും ഇങ്ങനെ ഒരു അപകടം വരുന്നുണ്ട്, അതുകൊണ്ട് അവർ നേരത്തെ ഓടും. മനസ്സിലായില്ലേ? കാരണം മനുഷ്യരുടെ സ്വഭാവം അറിയാം. മനുഷ്യർ പറഞ്ഞാൽ അവരാദ്യം അവരുടെ കാര്യം നോക്കും, മൃഗങ്ങളെ പോലും രക്ഷപ്പെടുത്താൻ നോക്കത്തില്ല. മൃഗങ്ങളെ കൊന്നിട്ട് എങ്ങനെ രക്ഷപ്പെടാമെന്നായിരിക്കും ചിന്തിക്കുന്നത്. അന്നേരം പൊതുവെ നോക്കുകയാണെങ്കിൽ വൃദ്ധജനങ്ങൾ, കൊച്ചു കുട്ടികൾ, അതുകൂടാതെ അമ്മമാർ, സ്ത്രീകൾ, യുവതികൾ, മുതിർന്ന അമ്മമാർ, അതുകൂടാതെ മിണ്ടാപ്രാണികൾ, അന്നേരം ഇവർക്കൊക്കെ ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ട് എന്തായാലും ഒരു സ്പെഷ്യൽ മെർസി കിട്ടും എന്നുള്ളതാണ്. വൃദ്ധരായിട്ടുള്ളവർക്ക് അവരുടെ പൂർവ്വ എക്സ്പീരിയൻസ് കൊണ്ട് മുൻകൂട്ടി അറിയാൻ പറ്റും, ഇതിങ്ങനെയൊക്കെ. കാരണം അതാണിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന വ്യക്തികൾ എന്തൊക്കെ പറയുമ്പോഴും മുതിർത്തല ഇതെന്തോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇത്രയും പ്രായമായിട്ടും ഇത് ഈ ബേസിക് കാര്യമില്ല. അതല്ല, അവർ പറയുന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. നമുക്കാണ് അവരുടെ അർത്ഥം മനസ്സിലാവാത്തത്. അവർ വളരെ ആലോചിച്ചിട്ടാണ് ഓരോന്നും സംസാരിക്കുന്നത്. എന്തോ മൂത്തവർ പറയും മുതുനെല്ലിക്ക അങ്ങനെ എന്തോ പറയത്തില്ലേ, ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്നൊക്കെ പറയുന്ന പോലെ. അതാണ് ആദ്യമൊക്കെ കയ്പായിട്ട് തോന്നും, പക്ഷെ എല്ലാം തോറ്റ് തുന്നം പാടുമ്പോഴാണ് പിന്നെ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു എന്ന് മനസ്സിലായി. അന്നേരം അവരവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് പറയും. അന്നേരം നമ്മുടെ മുതിർന്ന അമ്മമാരും അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് പറയും. അന്നേരം യുവതികൾ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല. മനസ്സിലായില്ലേ? ഇനി മൃഗങ്ങൾ, അവർക്കും എക്സ്പീരിയൻസ് ഇല്ല. അന്നേരം ഈ കൊച്ചു മിണ്ടാപ്രാണികളായിട്ടുള്ള മൃഗങ്ങളും പിന്നെ അമ്മമാർക്കും യുവതികൾക്കും അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ അറിയത്തില്ല. അവർ നിഷ്കളങ്കരാണ്. പൊതുവെ യുവതികൾ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കരാണ്, കൊച്ചു കുട്ടികളെ പോലെയാണ്. അതുകൊണ്ടാണ് എപ്പോഴും അവർക്ക് ആ ഒരു സംരക്ഷണം വേണ്ടത്. അന്നേരത്തേക്ക് മുൻകൂട്ടി അവർക്ക് അറിയാൻ പറ്റും ആ ചുറ്റും ആ ഒരു അന്തരീക്ഷത്തിലുള്ള അവരുടെ ആ ഒരു പുറകിൽ നിന്നോ റൈറ്റിൽ നിന്നോ ലെഫ്റ്റിൽ നിന്നോ ഏതർത്ഥത്തിലാണ് അവരെ നോക്കുന്നതെന്ന് അവർക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുന്നത്. നോക്കണേ, ഭഗവാൻ എത്ര മനോഹരമായിട്ടാണ് സംരക്ഷിക്കുന്നത്. അന്നേരം ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഭഗവാൻ തന്നെ മനസ്സിലാക്കുവാണ് സ്ത്രീകൾ സുരക്ഷിതമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കുക. അന്നേരം നമ്മൾ എത്രമാത്രം കെയർഫുള്ളായിട്ടിരിക്കണം. അതുകൊണ്ടാണ് വൈദിക സംസ്കാരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അമ്മമാരെയൊക്കെ പ്രൊട്ടക്ഷനാണ് കൊടുത്തത്, അല്ലാതെ അടിമകളെ പോലെ ജയിലിലിടുന്ന പോലെ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ബ്രിട്ടീഷുകാർ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നതാണ്. ഇതിനെയൊക്കെ ബ്രിട്ടീഷ് ഹിസ്റ്ററിയിൽ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നതാണ്. നമ്മുടെ എല്ലാവിധ ഭാരതീയ സംസ്കാരത്തെയും തച്ചുടയ്ക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷിൻ്റെ ഉദ്ദേശം. കാരണം യുവതലമുറയ്ക്ക് ആ ഒരു വൈദിക സംസ്കാരത്തിലുള്ള വിശ്വാസത്തെ തകർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പം നമുക്ക് നമ്മുടെ സംസ്കാരത്തിൽ അഭിമാനം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ വിടത്തില്ല. അതായത് ബ്രിട്ടീഷുകാർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംസ്കാരത്തിൽ നമുക്ക് തന്നെ ഒരു പുച്ഛം കൊണ്ടുവന്നു. അതിൽ അവർ വിജയിച്ചു എന്നുള്ളതാണ്. ആദ്യം ക്ഷത്രിയരെ നശിപ്പിച്ചു. അതിനു മുമ്പായിട്ട് കലിയുഗം ആരംഭിക്കുമ്പോൾ തന്നെ ശൃംഗിയുടെ ശാപത്താൽ പരീക്ഷത്തിനെ പോലെ ഒരു പരിശുദ്ധ ഭക്തന് ശാപം കൊടുത്തതുകൊണ്ട് ബ്രാഹ്മണകുലം നശിച്ചു. അതോടുകൂടി ബ്രാഹ്മണർ നശിച്ചു. ആ ബ്രാഹ്മണർ നശിച്ചപ്പോൾ ക്ഷത്രിയരെ കറക്റ്റായിട്ട് മാർഗനിർദ്ദേശം കൊടുക്കാൻ വേണ്ടി ആരുമില്ലായിരുന്നു. മനസ്സിലായില്ലേ? ആരുമില്ലായിരുന്നു. അത് കാരണം ക്ഷത്രിയർ നശിച്ചു. അന്നേരം ക്ഷത്രിയർ പിന്നെ തമ്മി അടി തുടങ്ങി. ആ സമയത്താണ് നമ്മുടെ ബ്രിട്ടീഷ് ആശന്മാരൊക്കെ വരുന്നത്. ആ സമയത്താണ് മോഗൾസും അറ്റാക്ക് ചെയ്ത് ബ്രിട്ടീഷുകാരും വന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർ വന്ന് നല്ല മുതലെടുത്ത് ക്ഷത്രിയരെ എല്ലാം നശിപ്പിച്ചു. നമ്മുടെ ക്ഷത്രിയ മുഴുവൻ തീർന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ക്ഷത്രിയർ ഉന്മൂലനം ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് വൈശ്യരാണ്. വൈശ്യരെ കയ്യിലെടുത്തു. പിന്നെ ഉള്ള എല്ലാം ശൂദ്രരാണ്. ഈ ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ജാതിയല്ല, ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ട്. അന്നേരം അങ്ങനെയുള്ള ആൾക്കാരെ, ശൂദ്രരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെക്കാട്ടിയും ശ്രേഷ്ഠരായിട്ട് ആരെയാണോ അവർ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ മനോഭാവത്തിലുള്ളത്, അവരെപ്പോഴും ഫോളോ ചെയ്യും. കാരണം ശൂദ്രർക്ക് അതേ പറ്റൂ. ശൂദ്രർക്ക് ഒരിക്കലും സ്വന്തമായിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. അതിന് അവർക്ക് കൂടുതലും ഹേർഡ് മെൻറ്റാലിറ്റിയാണ്. കൂട്ടത്തോടു കൂടി അവർ ഒരു ദിശയിലേക്ക് പോകും. മനസ്സിലായില്ലേ? അന്നേരം അവർക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിലോട്ടങ്ങ് ചായും എന്നുള്ളതാണ്.
അന്നേരം എന്ത് ചെയ്തു, നമ്മുടെ പല രീതിയിലുള്ള ബ്രിട്ടീഷ് ബുക്സൊക്കെ മലയാളത്തിൽ എഴുതി, അല്ലെങ്കിൽ നമ്മുടെ മാതൃഭാഷ പലതായിട്ട് ഹിന്ദി അങ്ങനെയുള്ള ബംഗാളി അങ്ങനെയുള്ള ഭാഷകളിലൊക്കെ എഴുതിയിട്ട് അത് നമ്മുടെ ആ ഒരു സാധാരണ ജനങ്ങളുടെ ഉള്ളിലേക്ക് വിഷമായിട്ട് കയറി. അത് ഒരു കണക്കിന് ഉപകാരവുമായി. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാരൊന്നും ഒന്നിക്കുന്നില്ലായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ. അതായിരുന്നു മെയിൻ ഉദ്ദേശം. അന്നേരം അന്നത്തെ ആ ഒരു സ്വാതന്ത്ര്യ സമര സേനാനികളെല്ലാവരും ഒത്തുകൂടിയിട്ട്, അവർ പഠിച്ചത് എവിടെയാണ്? ഇന്ത്യൻ ഹിസ്റ്ററി അവരും ബ്രിട്ടീഷ് സ്കൂളിലാണ് പഠിച്ചത്. വൈദിക സംസ്കാരം അനുസരിച്ചല്ല പഠിച്ചത്. വൈദിക സംസ്കാരത്തിൽ സത്യം പറഞ്ഞാൽ അന്ന് നേരെ ചൊവ്വേ പ്രോപ്പർലി ഒന്നുമില്ലായിരുന്നു. കുറച്ച് നമ്മുടെ ആ ഒരു ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പര ഉണ്ട്, പക്ഷേ അതിൻ്റെ എണ്ണം വളരെ കുറവാണ്, വളരെ വിരളമാണ്. കൂടുതൽ ആൾക്കാർക്ക് ആക്സസ് ഇല്ല. അങ്ങനെ എല്ലാവരും ദിശാഹീനരായിട്ട് പോയപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒത്തുകൂടി എടുത്ത തീരുമാനമായിരുന്നു എല്ലാവരും ഒന്നിപ്പിക്കണം. എന്താണ്? ഈ പല എന്തു പറയുന്നത്, ആ വൈദിക സംസ്കാരം അനുസരിച്ച് ഈശ്വരനെ കുറിച്ച് ഭഗവാനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അത്രത്തോളം ട്രെയിനിങ് ഇല്ലാത്തതുകൊണ്ട്, ആ ഒരു ഗുണങ്ങളില്ലാത്തതുകൊണ്ട്, യോഗ്യത ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഭഗവാനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അന്നേരം ചില ദൈവന്മാരെ പൂജിക്കും, ചിലവർ മറ്റ് ദൈവന്മാരെ പൂജിക്കും, ചിലവർ ഭൂതപ്രേതാദികളെ പൂജിക്കും. ആകെ കൂടെ കൺഫ്യൂഷനാണ്. അതിൻ്റെ പേരിലും അടി നടക്കുവാണ്. അന്നേരം ഇതെല്ലാം കൂടെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ ഒരേ ഒരാളേ ഉള്ളൂ. അതെന്താണ്? അദ്ദേഹത്തിൻ്റെ രൂപമില്ല, ഭാവമില്ല, ഒന്നുമില്ല. അന്നേരം പിന്നെ ശല്യമില്ലല്ലോ. ആരെ വിളിച്ചാലും കുഴപ്പമില്ല, എല്ലാം എത്തുന്നത് ഒരിടത്താണെന്ന് പറയും. അല്ലാതെ വേറെ വഴിയില്ല, എല്ലാവരും കൊണ്ടുവരണ്ടേ. അതാണ് പറയുന്നത്, മിലേ സുർ മേരാ തുമാരാ ഓ സുർ ബനേ ഹമാരാ, അല്ലേ? എൻ്റെ സ്വരവും നിൻ്റെ സ്വരവും ചേരുമ്പോഴത്തേക്ക് എല്ലാം നമ്മുടെ സ്വരമായി. അങ്ങനെയുള്ള ഏകത്വം കൊണ്ടുവന്നു. എല്ലാം ഒന്നാണ്. ആരെ ഭജിച്ചാലും കുഴപ്പമില്ല, എന്തിനെ ഭജിച്ചാലും കുഴപ്പമില്ല, എല്ലാം ഒന്നാണ്. അങ്ങനെയാണ് നമ്മുടെ ഏകത്വം എന്നുള്ള സിദ്ധാന്തത്തെയും പ്രചരണം നടന്നത്. കാരണം എന്താണ്? ഒന്നിപ്പിക്കുക എന്നതായിരുന്നു ഉദ്ദേശം. എങ്ങനെയെങ്കിലും ഒന്ന് ഒന്നിപ്പിച്ചാൽ മതി. ഈശ്വരവിശ്വാസം പ്രോപ്പറാണോ വെച്ചാൽ അതും ഇല്ല, തമ്മി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇവരെ എല്ലാം ഒന്നിപ്പിക്കാൻ വേണ്ടി, അതുകൂടാതെ നമ്മുടെ നേരെ ചൊവ്വേ ശാസ്ത്രങ്ങളൊക്കെ അറിയാമെന്ന് വെച്ചാൽ അതും ഇല്ല. കാരണം ബ്രാഹ്മണർ പ്രോപ്പർലി ഇല്ല. അത് കാരണം അവരെ എന്തുപറ്റി, നമ്മുടെ ബ്രിട്ടീഷുകാർ ഉദ്ദേശിച്ചത് എന്താണ്? വൈദിക സംസ്കാരത്തെ മുഴുവൻ നശിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ആ ഉള്ള ആൾക്കാർ ഈ ബ്രിട്ടീഷ് ബുക്സൊക്കെ എഴുതി. അത് തന്നെയാണ് സിസ്റ്റമാറ്റിക്കലി A4 ആപ്പിൾ മുതൽ ഹിസ്റ്ററി വരെ പഠിപ്പിച്ചത്. ബ്രിട്ടീഷ് ഹിസ്റ്ററിയാണ് നമ്മുടെ ഇപ്പോഴും കൂടുതൽ നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ടാണ് മഹാഭാരതം രാമായണം ഇതൊക്കെ ആര്യൻ, ഇത് ദ്രാവിഡൻ, ഇങ്ങനെയൊക്കെയല്ലേ. ഇത് ഈ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ നടന്നല്ലേ, അല്ലെ? ഇങ്ങനെ ഒന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ഇറക്കും എന്നുള്ളത്. ആൾക്കാരുടെ വിചാരം അവരെന്തോ കണ്ടുപിടിച്ചെന്നാണ്. അവർ പോയി ആ സമയത്ത് അവർ ജനിച്ചിട്ട് നേരെ ഇപ്പം വന്നതാണ് അവർ. എന്തിനു വേണ്ടി? ഈ സത്യത്തെ എല്ലാവരോടും പറയാൻ വേണ്ടി. അവരൊന്നും അന്നത്തെ കാലത്തില്ല, അവരെല്ലാം ഇപ്പോൾ വന്നവരാണ്. അന്നേരം അന്ന് എന്താ നടന്നത് പ്രോപ്പർലി നമ്മൾ ആ ഒരു സംസ്കാരം അനുസരിച്ച് പഠിക്കണം, ആ ഒരു പരമ്പര അനുസരിച്ച് പഠിക്കണം. ഇതിപ്പോൾ ഞാൻ എന്തുകൊണ്ട് പറയുന്നു? എൻ്റെ ഗുരുഭൂതന്മാരിൽ നിന്ന് ഞാൻ കേട്ടു. ആ ഗുരുഭൂതന്മാർ അവരുടെ അന്ന് എന്താ നടന്നതെന്ന് അവർക്ക് നല്ലപോലെ അറിയാം. ഒരു ബ്രിട്ടീഷ് പരമ്പരയിലൂടെയാണ് നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കുന്നത്. ഞാൻ അന്നത്തെ കാലത്തും ഇല്ല, ഇന്നത്തെ കാലത്തേ ഉള്ളൂ. അന്നേരം ആ ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത്. പക്ഷെ ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഹിസ്റ്ററി പഠിക്കുന്നത് ബ്രിട്ടീഷ് ബുക്സിൽ നിന്നാണ്. കാരണം എന്താ? സംസ്കൃതം അറിയത്തില്ല. നമ്മുടെ ആ ബ്രാഹ്മണരെല്ലാം നശിപ്പിച്ചു. അതുകൊണ്ട് പ്രോപ്പർലി ആ ഒരു കൾച്ചർ ട്രാൻസ്ഫർ, നോളജ് ട്രാൻസ്ഫർ നടന്നിട്ടില്ല, അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് അച്ഛൻ്റെ കയ്യിൽ ഒരുപാട് സ്വത്തുക്കളുണ്ട്. അന്നേരം ആ സ്വത്തുക്കളുടെയൊക്കെ ചാവിയും അതിൻ്റെ ആധാരവും എല്ലാം കൂടെ എന്ത് ചെയ്യണം? അച്ഛൻ മകനെ ഏൽപ്പിക്കണ്ടേ? അന്നേരം മകനെ ഏൽപ്പിക്കുന്നതിന് മുന്നേ അച്ഛൻ വടിയായി കഴിഞ്ഞാൽ പിന്നെ മകൻ ആരോടുത്താണ് പോകേണ്ടത്? മകൻ വന്ന് അന്വേഷിക്കും, എന്താണ് എവിടെയെന്ന് ഒന്നും അറിയത്തില്ല, എല്ലാം അച്ഛൻ്റെ കയ്യിലേ അറിയത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ഭാരതീയ സംസ്കാരം എല്ലാം ലോക്കായി കിടക്കുകയാണ്. അത് കാരണം എന്താണ് രാമായണം, എന്താണ് മഹാഭാരതം ആർക്കും അറിയാതെ എല്ലാം ലോക്കായി കിടക്കുകയാണ്. അതിനെ നല്ലപോലെ മുതലെടുത്തു ബ്രിട്ടീഷുകാർ. അങ്ങനെ അവരെന്ത് ചെയ്തു? ഇതിനെയെല്ലാം അവരുടെ രീതിയിൽ അതിനെയൊക്കെ തർജ്ജമ ചെയ്ത് അവരെന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ പ്രോഗ്രാം ചെയ്തെടുത്തു എന്നുള്ളതാണ്. എല്ലാത്തിനും നല്ല രീതിയിൽ എല്ലാം ഒരു സിസ്റ്റം റെഡിയാക്കിയിട്ട് അത് പഠിച്ച് സ്കൂള് പഠിച്ച് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് അവർ ഉദ്ദേശിക്കുന്നതാണ് നടക്കുന്നത്. കുറഞ്ഞ പക്ഷം അവർ നിരീശ്വരവാദിയായിട്ടെങ്കിലും മാറും. അന്നേരം ഈശ്വര വിശ്വാസം തീരെ ഇല്ലാതാവും. മാക്സിമം എന്താവും എന്നറിയോ?
മാക്സിമം വന്നാൽ അവർ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യും, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി വർക്ക് ചെയ്യും. കാരണം നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ? പ്രസ്റ്റീജിയസ് ജോബ്, നമുക്ക് ഏറ്റവും ബഹുമാന്യരായിട്ട്. കാരണം നമ്മളെല്ലാം ശൂദ്രരാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ജാതി കൊണ്ടല്ല, ആ അന്ന് നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. ബ്രാഹ്മണരില്ല, ക്ഷത്രിയരില്ല, എല്ലാവരും നശിച്ചു, ശൂദ്രർ മാത്രമേ ഉള്ളൂ. അതായത് അവർക്ക്, ശൂദ്രർക്ക് എപ്പോഴും ഫോളോ ചെയ്യാനേ പറ്റൂ, ലീഡ് ചെയ്യാൻ പറ്റത്തില്ല. ഫോളോ ചെയ്യണമെങ്കിൽ ക്ഷത്രിയർ വേണം. ക്ഷത്രിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജന്മം കൊണ്ടാണോ? ജന്മം കൊണ്ടൊരു ബെനിഫിറ്റ് കിട്ടും. പക്ഷേ ഒരാളെ ക്ഷത്രിയനാക്കുന്നത് അവൻ്റെ ആറ്റിറ്റ്യൂഡാണ്. എന്തായാലും കുഴപ്പമില്ല, ഞാൻ ധർമ്മത്തിൻ്റെ ഭാഗത്ത് നിൽക്കൂ എന്നൊരു ആറ്റിറ്റ്യൂഡ് വരുന്ന ക്ഷത്രിയനാണ്. ശൂദ്രരെ കൊണ്ടൊന്നും പറ്റത്തില്ല. ശൂദ്രരെല്ലാം കൂട്ടായ്മയോട് കൂടി നിൽക്കും. എന്നിട്ട് ആരെങ്കിലും മരിച്ചു വീണാലും അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവരെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ ക്ഷത്രിയൻ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും. ഒറ്റയ്ക്കാണെങ്കിലും എത്ര കൂട്ടം ആൾക്കാർ വന്നാലും അവർക്കെതിരെ നിൽക്കാനുള്ള ഒരു ചങ്കൂറ്റമുണ്ട്. ആ ഒരു പോരാടി മരിക്കാനും ആ ക്ഷത്രിയൻ തയ്യാറായിരിക്കും. അതാണ് ക്ഷത്രിയൻ്റെ ക്വാളിറ്റി. അതാണ് നമ്മുടെ ഹിസ്റ്ററി നോക്കുമ്പോഴത്തേക്ക് മഹാറാണ പ്രതാപ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഗ്രേറ്റ് ആൾ, പൃഥ്വിരാജ് ചൗഹാൻ, നമ്മുടെ കേരളത്തിലെയും വലിയ വലിയ ചക്രവർത്തിമാരും, കേരളവർമ്മ, ഇതിൻ്റെ കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ ശക്തൻ തമ്പുരാൻ, പഴശ്ശിരാജ, അങ്ങനെയുള്ള മഹാക്ഷത്രിയന്മാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ശക്തൻ തമ്പുരാൻ ഒന്ന് നോക്കിയാൽ മതി, ആൾക്കാരൊക്കെ വിറയ്ക്കൂ എന്നുള്ളതാണ്. അതായത് ശക്തൻ തമ്പുരാൻ്റെ ആ കമാൻഡിങ് പവറൊക്കെ വളരെ അമേസിങ് ആയിരുന്നു. ഭഗവാന്റെ വലിയൊരു ഭക്തനായിരുന്നു അദ്ദേഹം. അന്നേരം അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കമാൻഡിങ് പവർ അറിയാൻ വേണ്ടി അദ്ദേഹത്തിനോട് പറഞ്ഞു, നമ്മുടെ സൈനികരോട് ചാടാൻ നീ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറഞ്ഞു. അതായത് ശക്തൻ തമ്പുരാൻ സൂക്ഷിച്ചൊന്ന് നോക്കിയതുള്ളൂ, അറിയാതെ ചാടിപ്പോയി എന്നുള്ളതാണ്. അതാണ് ഒരു ക്ഷത്രിയൻ. അന്നേരം ആ ക്ഷത്രിയ രക്തം നശിച്ചു എന്നാണ് പറയുന്നത്. പുറമെ കാണുമ്പോൾ 2 കൈ, രണ്ട് കാല്, ഒരു തല, മനസ്സിലായില്ലേ? അതൊക്കെയാണ് നമ്മൾ സാധാരണ മനുഷ്യനെ പോലെ ഇരിക്കും. പക്ഷെ ചങ്കൂറ്റം, ആറ്റിറ്റ്യൂഡ്, ഹിന്ദിയിൽ പറയും ദം. അന്നേരം ആ മാർത്താണ്ഡവർമ്മ തമ്പുരാൻ, യെസ്, എല്ലാം ഇങ്ങനെ കുറേ ഉണ്ട്. പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തെ ബലരാമവർമ്മ, അങ്ങനെ കുറേ പേരുണ്ട്. ബാലരാമവർമ്മ തിരുമനസ്, അങ്ങനെ കുറേ പേരുണ്ട്. അന്നേരം അവരുടെ ശരീരം കൊണ്ട് നോക്കുമ്പോൾ അവർ നോർമൽ രീതിയിലാണ്. ചിലപ്പോൾ ശൂദ്രന് ചിലപ്പോൾ അവരെക്കാട്ടിയും പവർ ഉള്ളതായിട്ടൊക്കെ കാണും. പക്ഷെ ഇവരുടെ മനസ്സിലുള്ള നിയന്ത്രണം, ആത്മബലം അമേസിംഗ് ആണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബ്രൂസ്ലിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആൾ, പക്ഷെ അവരെക്കാട്ടിയും ശക്തരായിട്ടുള്ള ആൾക്കാരെ വീഴ്ത്താൻ പറ്റും ബ്രൂസ്ലിക്ക്. കാരണം എന്താണ്? ശാരീരിക ബലം മാത്രമല്ല, മൈൻഡിൻ്റെ പവറും കൂടെ. അതായത് മൈൻഡല്ല, ആ മൈൻഡിനെ യൂസ് ചെയ്യാൻ അവർക്കറിയാം, എങ്ങനെ യൂസ് ചെയ്യണമെന്നറിയാം. അന്നേരം ഇങ്ങനെ ഒരു ഇടി ഇടിക്കുമ്പോഴും എന്തു പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു ഇടി മാത്രമല്ല, ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഇടിയാണ്. അന്നേരം ആ ഇടിക്കുമ്പോൾ ആ ഇടി ഉള്ളുന്ന ആൾ തെറിച്ചു പോകും. കാരണം അത് ഫുൾ ഫോക്കസിൽ ഇടിക്കുന്നു. അന്നേരം ആ ബോഡിയുടെ ഫുൾ വെയിറ്റ് ആ ഒറ്റ ഇടിയിൽ വരും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അന്നേരം അങ്ങനെയുള്ള ക്ഷത്രിയരില്ലായിരുന്നു. ഇപ്പം നമ്മുടെ കളരിയൊക്കെ നോക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് കളരി ഗുരുക്കളുടെ അടുത്തൊക്കെ കുറച്ച് നാൾ പോയിരുന്നു അല്ലേ? സ്വാമിമാരുണ്ട്, കുറച്ച് സംരക്ഷണമൊക്കെ അത്യാവശ്യം. ഗുരുവായൂരപ്പനുണ്ട്, ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞത്. അന്നേരത്തേക്ക് അവിടെ പോകുമ്പോഴത്തേക്ക് അവിടെ മർമ്മകല അല്ലേ, അതൊക്കെ വളരെ സ്പെഷ്യലായിരുന്നു. ബ്രിട്ടീഷുകാർ തേടിപ്പിടിച്ച് മർമ്മകല അറിയുന്ന എല്ലാവരും കൊന്നു എന്നുള്ളതാണ്. കാരണം വളരെ ഡേഞ്ചറസ് ആൾക്കാരാണ്. അവർ ഫോക്കസ് ചെയ്ത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആൾ ലോക്കായി നിൽക്കും. അത്രയും പുരാതനമായിട്ടുള്ള കൾച്ചറായിരുന്നു നമ്മുടേത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും ശക്തമായിരുന്നു. അന്നേരം ആ ക്ഷത്രിയർ നശിച്ചു, ബ്രാഹ്മണർ നശിച്ചു. അതുകൂടാതെ വേദമന്ത്ര ഉച്ചാരണത്തിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും എത്ര നല്ല ആൾക്കാരുണ്ടെന്ന് പറയാം. പക്ഷെ ഇപ്പോൾ എന്ത് പറ്റി? അതിൻ്റെ അർത്ഥം അറിയാത്ത ആൾക്കാരാണ് കൂടുതൽ. ആൾക്കാരുണ്ട്, ഇപ്പോഴും ഉണ്ട്, നല്ല ശക്തരായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ആ ബ്രാഹ്മണർ, ആ യഥാർത്ഥ ബ്രാഹ്മണർ ഉണ്ടായിരുന്നപ്പോൾ അവർ ചുമ്മാ മന്ത്ര ഉച്ചാരണം മാത്രമല്ല, ആ മന്ത്രത്തിൻ്റെ അർത്ഥം, ഇത് ആർക്ക് വേണ്ടിയാണ് ഉച്ചരിക്കുന്നത്, എല്ലാം സ്പഷ്ടമായിട്ട് അറിയാവുന്നതാണ്. അന്നേരം അവർ ഉച്ചരിച്ചു കഴിഞ്ഞാൽ ദേവൻ മുന്നിൽ വന്ന് നിൽക്കൂ എന്നുള്ളതാണ്. അത്ര പെർഫെക്റ്റാണ് അവരുടെ ആ ഒരു യജുർവേദവും ഋഗ്വേദവും, ആ മന്ത്ര ഉച്ചാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊക്കെയാണ് നമ്മുടെ ആ കേരളത്തിൻ്റെ കൾച്ചർ, ഭാരതത്തിൻ്റെ കൾച്ചർ അതായിരുന്നു. പക്ഷെ അതൊക്കെ നശിച്ചു. ആ ബ്രാഹ്മണരില്ലാതെയായി, ക്ഷത്രിയരില്ലാതെയായി. നമ്മുടെ ആ ഝാൻസി റാണി തന്നെ ഒരു ലേഡി ആയിട്ട് പോലും
അവർ ആ കുട്ടിയെ ഇങ്ങനെ കെട്ടി വെച്ചുകൊണ്ട് അതാണൊരു ക്ഷത്രാണിയുടെ രക്തമാണത്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു സിംഹിനി എങ്ങനെയാണോ ഫൈറ്റ് ചെയ്യുന്നത് അതേപോലെയാണ് റാണി ലക്ഷ്മിബായി, റാണി ഝാൻസി യുദ്ധം ചെയ്തെന്നുള്ളതാണ്. പല രീതിയിൽ കൂടെ ചതിച്ചാണ് അവരെ കൊന്നത്. അല്ലെങ്കിൽ അവരെ പറ്റത്തില്ല, അവരെ ഒരിക്കലും പിടിക്കാൻ പറ്റത്തില്ല. അത്രയും ശക്തമായിരുന്നു. അന്നേരം അവരുടെ ആ ഒരു ആത്മബലം വളരെ പവർഫുള്ളാണ്. അന്നേരം നമ്മൾ ഒരു ലീഡർ ആകുന്നത് കായിക ബലം കൊണ്ട് മാത്രമല്ല, ആത്മബലം കൊണ്ടാണ്. ഇന്ന് ബോഡി ഫിറ്റ്നസ്സിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്, ആത്മബലത്തിൽ ഫോക്കസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പെരുപ്പിച്ചൊക്കെ നിൽക്കും, പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റില്ല. സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. വളരെ കോമഡിയാണ്. എല്ലാ ദിവസവും ജോഗിങ്ങിനും അതിനും ഇതിനുമൊക്കെ പോകും, പക്ഷെ ഓഫീസിൽ ചെല്ലുമ്പോഴത്തേക്ക് തല ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെ സ്ട്രെസ് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ആത്മബലമില്ല. ഇപ്പം ക്ഷത്രിയരെ നോക്കുവാണെങ്കിൽ അവർ ഒരേ സമയത്ത് എത്ര നമ്മൾ നോടുമ്പോഴത്തേക്കും അവരിങ്ങനെ ഇത്രയും തോഴിമാരും രാജ്ഞിമാരുമായിട്ട് ഉല്ലസിച്ച് ആസ്വദിച്ചിരിക്കുന്നു. അതല്ല, അവർക്കതിലൊന്നും അല്ല താല്പര്യം. അവരെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വീട് ഭരിക്കാൻ, വീട് നടത്തിക്കൊണ്ടുപോകാൻ നമ്മൾ ബുദ്ധിമുട്ടുന്ന കണ്ടില്ലേ? നമ്മുടെ ഈ രാജ്യമാകുന്ന ഇന്ത്യ ഭരിക്കാൻ നമ്മുടെ PM കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ? അല്ലേ? നമ്മുടെ കേരളം ഭരിക്കാനും അല്ലെങ്കിൽ ഓരോരോ സംസ്ഥാനം ഭരിക്കാനും ഓരോരോ മുഖ്യമന്ത്രികൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നു മനസ്സിലാവുന്നുണ്ടല്ലോ. അത് ശരിയോ തെറ്റോ അവരവരുടെ കാര്യം, പക്ഷേ അതൊക്കെ വേറെ കാര്യം. ഞാൻ പറയുന്നത് ഒരു സ്റ്റേറ്റ് ഭരിക്കാനോ ഒരു ഡിസ്ട്രിക്റ്റ് ഭരിക്കാനോ എന്തിനേറെ പറയുന്നത് നമ്മുടെ ഒരു വീട് ഭരിക്കാൻ എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. നമ്മൾ പോകുന്നു, വരുന്നു, തിരിച്ചു വരുന്നു, ഓഫീസിൽ അന്നേരത്തേക്ക് തന്നെ സമയം അങ്ങ് തീരും എന്നുള്ളതാണ്. അന്നേരം ഇവരുടെ കയ്യിലുള്ളത് ആകെ 24 മണിക്കൂറാണ്. ഈ 24 മണിക്കൂറിൽ അവർ കുളിക്കണോ, പല്ല് തേക്കണോ? അന്നേരം നമ്മൾ വിചാരിക്കുന്നു കൊള്ള രാജാക്കന്മാരൊക്കെ ഫുള്ള് കള്ളും കുടിക്കുക, പെണ്ണുങ്ങളുമായിട്ട് കളിച്ച് തിരിച്ച് നടക്കുക. അതൊന്നും അല്ല. അവർക്ക് എവിടെയാ സമയം? അവർക്കൊരു രാജ്യം മുഴുവൻ ഭരിക്കണം. അന്നേരം ഇവരെയൊക്കെ അവർ സംരക്ഷിക്കുകയാണ്. അതായിരുന്നു നമ്മുടെ കൾച്ചർ. അത്രത്തോളം ആത്മനിയന്ത്രണമുണ്ട്, അത്രത്തോളം ആത്മീയ ബലമുണ്ട്. അല്ല ചുമ്മാ കളിച്ച് ചിരിച്ച് നടക്കുന്നതല്ല നമ്മുടെ ക്ഷത്രിയർ. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലെ ക്ഷത്രിയരും ക്ഷത്രാണികളും ഒരിക്കലും വിട്ടുകൊടുക്കാത്ത ആൾക്കാരായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് ഭയമായിരുന്നു. അവരിങ്ങനെ ഒച്ചാനിച്ച് നിൽക്കുമായിരുന്നു നമ്മുടെ ഓരോ രാജാക്കന്മാരുടെ മുമ്പിൽ. പിന്നെന്തായി? നമ്മളെ അങ്ങനെ ആക്കി എന്നുള്ളതാണ്. ബുദ്ധിപരമായിട്ട് ഓരോരോ എണ്ണി ഓരോ ക്ഷത്രിയരെയും നശിപ്പിച്ചു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് അവർ ഈ നമ്മുടെ രാജ്യത്തെ കീഴടക്കിയത്. പക്ഷെ നിങ്ങൾ ബ്രിട്ടീഷ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ക്ഷത്രിയരുടെ പേരുകളില്ല, രാജാക്കന്മാരുടെ പേരുകളില്ല. ബ്രിട്ടീഷ് ഹിസ്റ്ററിയിൽ അവരെക്കുറിച്ചൊന്നും ഇല്ല. ഡയറക്റ്റ്ലി നമ്മൾ പഠിക്കുന്ന ഈ റെവല്യൂഷൻ ആ റെവല്യൂഷൻ എന്നൊക്കെ പഠിച്ചിട്ട് ഡയറക്റ്റ്ലി ജമ്പ് ചെയ്യുന്നതാണ് ബ്രിട്ടീഷുകാർ വന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കി. അതിനു മുമ്പേ നമ്മുടെ ഇന്ത്യ ഇല്ലായിരുന്നു. അതിനുശേഷം വലിയൊരു കൾച്ചറായിരുന്നു നമ്മുടെ ഉള്ളത്. പവർഫുൾ കൾച്ചർ, പവർഫുൾ ക്ഷത്രിയർ, അവരുടെ മാനേജ്മെൻറ്റ് സ്കിൽസ്, ഇതൊക്കെ അമേസിങ് ആയിരുന്നു. ഇതെല്ലാം സത്യം പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പഠിച്ചതാണ്. ഇതൊക്കെ ആ ഒരു കൾച്ചറും അതുമൊക്കെ എന്താ ഒരു റിച്ച് കൾച്ചർ നോക്കണം. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ നമ്മളോട് കാരുണ്യം കാട്ടാൻ വേണ്ടിയാണോ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് കയറി പോകാൻ? മോഷ്ടിക്കാൻ തന്നെയാണ് വന്നത്. ഇവിടെ ഉള്ള ആ രത്നം മനസ്സിലാക്കിയിട്ട്, രത്നം എന്ന് പറയുമ്പോൾ കൾച്ചറുണ്ട്, യഥാർത്ഥ രത്നങ്ങളുണ്ട്. ഇവിടുന്ന് കൊണ്ടുപോയതിൻ്റെ കണക്ക് സത്യം പറഞ്ഞാൽ അവർ തന്നിട്ടില്ല. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആത്മഹത്യ ചെയ്യും. അത്രയ്ക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ണീന്ന് കണ്ണീര് വരും. എന്തുമാത്രം കൊള്ളയാണ് അവർ ചെയ്തിട്ടുള്ളതെന്ന്. പക്ഷേ ഹിസ്റ്ററിയിലെങ്ങും ഇല്ല. നമ്മളെല്ലാം എഴുത്തിലാണ് വിശ്വസിക്കുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളോട് കാരുണ്യം കാട്ടാൻ വേണ്ടിയാണ് ഇവർ വന്നിരിക്കുന്നത്. നമ്മളെപ്പോഴും അമ്പലത്തിലുള്ള കാശിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അമ്പലത്തിൽ ഇത്രയും കാശ് എന്തിനാണ് വെക്കുന്നത്, എന്തിനാണ് പറയുന്നത്? അന്നേരം ഇത്രയും കാശ് കൊണ്ടുപോയപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? അതിനെക്കുറിച്ച് ചിന്തിക്കത്തില്ല. നമ്മുടെ സംസ്കാരം നശിച്ചുകൊണ്ടിരുന്നു, അന്നേരം നമ്മളൊന്നും ചോദ്യം ചെയ്തില്ല. അതാണ് വളരെ സിസ്റ്റമാറ്റിക്കലി നമ്മളെ ചൂഷണം ചെയ്തു, നമ്മളെ ഇല്ലാതാക്കി. ഇന്നും നമ്മൾ അതിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴും നമ്മൾ പഠിക്കുന്നത് ബ്രിട്ടീഷ് ഹിസ്റ്ററിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഫൗണ്ടേഷൻ. എന്നിട്ട് അവർ
മതപരമായിട്ടൊരു അടിയും കൂടെ ഉണ്ടാക്കിയിട്ട് പോയി. അതുകൊണ്ട് എന്താണ്, നമുക്ക് സെക്യുലർ ആയേ പറ്റൂ. മതമൊന്നും വേണ്ട. അതിൻ്റെ പേര് നിരീശ്വരവാദം കൂടെ ബ്രിട്ടീഷുകാർ അടിച്ചു പൊളിച്ചു. അവർ നമ്മുടെ ഇന്ത്യയെ തകർത്തു എന്നുള്ളതാണ്. തകർത്ത് തരിപ്പണമാക്കി. ഇപ്പോഴും അതിൽ നിന്ന് നമ്മൾ പുറത്തു വന്നിട്ടില്ല. ഭാരതീയരെ ഭാരതീയരല്ലാതെയാക്കി എന്നുള്ളതാണ്. ഭാരതീയ സംസ്കാരത്തെ നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. ഇപ്പോഴും നമ്മൾ അതിൽ നിന്ന് പുറത്തു വന്നില്ല. നമുക്കൊരു തലയുണ്ടായിരുന്നു, ഇപ്പം തലയില്ല. തലയില്ലാതെ ഉടൽ മാത്രം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? എപ്പോഴും നമുക്കൊരു നേതൃത്വം വേണം, ഒരു നേതൃത്വം വഹിക്കുന്ന ഒരു വ്യക്തി വേണം. ആ ഒരു വ്യക്തി ഒരു ക്ഷത്രിയ സ്പിരിറ്റിലാണ് അതൊക്കെ ചെയ്യേണ്ടത്. അതിൻ്റെ അർത്ഥം ഡെമോക്രസി വേണ്ട എന്നല്ല. ഡെമോക്രസി, ആ രാജാവ് ഭരിക്കുമ്പോഴും ഡെമോക്രസി തന്നെയാണ്. കാരണം സിംഹാസനത്തിൽ ഇരിക്കുന്ന ആൾ യോഗ്യനല്ലെങ്കിൽ ആ പ്രജകളെല്ലാം ഇളകും. അതുകൊണ്ടായിരുന്നു ഈ ദുര്യോധനാദികൾക്ക് ഏറ്റവും ഭയം. കാരണം യുധിഷ്ഠിരനെ പ്രജകൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അന്നേരം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ടും സ്വഭാവം കൊണ്ടും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു യുധിഷ്ഠിരനെ. അതുകൊണ്ടാണ് ദുര്യോധന ഏറ്റവും ഭയം. അതുകൊണ്ട് നേർവഴിയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നറിയാം. അതുകൊണ്ടാണ് കുറുക്കു വഴി പല രീതിയിലും കൊല്ലാൻ നോക്കുന്നതും ചൂതുകളിൽ തോൽപ്പിക്കുന്നു അങ്ങനെയൊക്കെ. എന്നിട്ട് കാശ് കൊടുത്തിട്ട് പ്രജകളെല്ലാം കൈക്കലാകാൻ നോക്കുക. കാശെല്ലാം തീർന്നു, പക്ഷെ പ്രജകൾ യുധിഷ്ഠിരൻ്റെ കൂട്ടത്തിൽ തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഈ ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു തട്ടിക്കൂട്ട് പരിപാടിയല്ല, വെൽ പ്ലാൻഡ് സിവിലൈസേഷനാണ്. എന്നിട്ട് ഇവിടുന്ന് ഹറപ്പ അതൊക്കെ കാണുമ്പോഴത്തേക്കൊണ്ട് പറയും ഹറപ്പയിൽ ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ എന്നൊക്കെ പറയും. ഹറപ്പയിൽ മാത്രമല്ല, നമ്മുടെ ഭാരതവർഷം മുഴുവൻ ഒരു സംഭവമാണ്. കുഴിച്ചു നോക്കിയാൽ മാത്രമേ മനസ്സിലാവൂ എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. എല്ലാം കുഴിച്ച് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ പരമ്പര എന്താണെന്ന് എല്ലാം കുഴിച്ചു നോക്കാൻ പറ്റുമോ? കുഴിച്ചു നോക്കി എന്താണ് കിട്ടുന്നത്? അസ്ഥികൂടമേ കിട്ടൂ. അസ്ഥികൂടത്തിൻ്റെ ബലത്തിലാണോ നമ്മൾ നമ്മുടെ സംസ്കാരം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്, അല്ലേ? മണ്ണിൻ്റെ അടിയിൽ പോകുന്ന എല്ലാം എന്താണ്? ചപ്പും ചവറുകളും അതും ഇതൊക്കെ ആയിരിക്കും, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിൽ നിന്നല്ല നമ്മുടെ ഹിസ്റ്ററി മനസ്സിലാക്കേണ്ടത്. ആ ഹിസ്റ്ററി നമ്മുടെ ആ ഭാരതീയ സംസ്കാരം ഉള്ളപ്പോൾ ആരൊക്കെയായിരുന്നു ജീവിച്ചിരുന്നത്, ആ ഒരു പരമ്പര നമ്മൾ കണ്ടുപിടിക്കണം. ആ ഒരു ഗുരുശിഷ്യ പരമ്പര. ആ ഒരു ഗുരുശിഷ്യ പരമ്പരയിലൂടെ മാത്രമേ സത്യത്തെ നമുക്കറിയാൻ പറ്റൂ. അങ്ങനെയുള്ള കുറച്ച് ഗുരുശിഷ്യ പരമ്പരയിൽ ഒരു ഗുരുശിഷ്യ പരമ്പരയാണ് ഈ ഒരു ഹരേകൃഷ്ണ പ്രസ്ഥാനം. ഈ വലിയ വലിയ പ്രശ്നങ്ങൾ നടന്നപ്പോഴും ആ ഗുരുശിഷ്യ പരമ്പര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. അതൊക്കെ നമ്മൾ വളരെ രസകരമായിട്ട് ചർച്ച ചെയ്യാം. അതായത് മുഗൾ സമയത്ത് ഈ ഒരു ഗുരുശിഷ്യ പരമ്പര എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഭരണത്തിൽ നമ്മുടെ ഗുരുശിഷ്യ പരമ്പര എന്ത് ചെയ്തു? ഈ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോഴും ആ ഒരു പരമ്പര രക്ഷിക്കാൻ വേണ്ടിയുള്ള എന്തുമാത്രം ത്യാഗമാണ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ കരഞ്ഞു പോകും. അത്രയ്ക്ക് ത്യാഗം ചെയ്തതിൻ്റെ ഫലമാണ് ഈ ഒരു ഹരേകൃഷ്ണ പ്രസ്ഥാനം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതുകൂടാതെ ശ്രീ സമ്പ്രദായത്തിലും എന്തുമാത്രമൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നറിയാം. ഇതെല്ലാം കഴിഞ്ഞിട്ടും അവർ ആ ഒരു പരമ്പരയെ ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോവാണ്. അവരതൊക്കെ ചെയ്തില്ലായിരുന്നു ഈ പരമ്പര നഷ്ടപ്പെട്ടു പോയനെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ആ പ്രധാനപ്പെട്ട കുറച്ച് ഗുരുശിഷ്യ പരമ്പര അവരൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടാണ് ഈ ഒരു ഗുരുശിഷ്യ പരമ്പരയെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദ് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ കാണുമ്പോൾ, ഞാൻ ഇതിനു മുൻപേയും പല പ്രാവശ്യം പറഞ്ഞു, ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ ശ്രീല പ്രഭുപാദ് സുഭാഷ് ചന്ദ്ര ബോസിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഗാന്ധിയൻ ഫിലോസഫി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം പ്രഭുപാദ്ജിക്ക് ഗാന്ധിയൻ ഫിലോസഫി ഇഷ്ടപ്പെട്ടു, പക്ഷെ ആക്ഷനിൽ നോക്കുമ്പോൾ സുഭാഷ് ചന്ദ്ര ബോസ് കുറച്ചും കൂടെ ബെറ്ററാണ്. രണ്ടുപേരും തുല്യനാണ്, വേറെ തെറ്റ് വിചാരിക്കരുത്. രണ്ടുപേരെ ഇഷ്ടമാണ്. പക്ഷെ പ്രഭുപാദ് ഉദ്ദേശിക്കുന്നത് രണ്ടും കൂടെ സമന്വയിപ്പിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വയലൻസും വേണ്ട, പക്ഷെ അങ്ങേയറ്റം നോൺ വയലൻസും അല്ല ഉദ്ദേശിക്കുന്നത്. കറക്റ്റായിട്ടുള്ള, അതിൻ്റെ അർത്ഥം ആയുധം എടുക്കാതെ ഉള്ള ഒരു വയലൻസാണ് ഉദ്ദേശിക്കുന്നത്. ആയുധം എടുക്കാതെ ഉള്ള ഒരു ഹൈജാക്കാണ് ഉദ്ദേശിക്കുന്നത് പ്രഭുപാദ്. അതാണ് പ്രഭുപാദ് ഇങ്ങനെ ചെയ്യുന്നത്. അതല്ലേ ബ്രിട്ടീഷുകാരും ചെയ്തത്. അവരുടെ ആയുധമൊന്നും എടുത്തില്ല ഭരിക്കാൻ വേണ്ടി. പിന്നെയാണ് അവരുടെ അധികാരം ഉറപ്പ് വന്നപ്പോഴാണ് അവരെന്ത് ചെയ്തത്? അവരുടെ തനി സ്വഭാവം പുറത്തിറക്കിയത്. പക്ഷെ അതിനു മുമ്പേ അവരെന്താണ് ചെയ്തത്? എല്ലാം ബുദ്ധി വെച്ചിട്ടാണ് കളിച്ചിരുന്നത്. ഒരു ക്ഷത്രിയന്റെ കാല് നക്കിയിട്ട് ആ ഒരു ക്ഷത്രിയനെ കൊണ്ട് മറ്റു ക്ഷത്രിയനെ അടിച്ചു. ആ ക്ഷത്രിയൻ അത് മനസ്സിലാക്കിയത് പോലുമില്ല.
എന്നിട്ട് ഇയാളെ കൊണ്ട് വേറൊരാളെ അടുപ്പിച്ചു. അങ്ങനെ അടുപ്പിച്ച് ഒതുങ്ങാത്ത ആളാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ ക്ഷത്രിയരെയും കൊണ്ട് ഇങ്ങനെ കൊല്ലുമെന്നുള്ളത്. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ആ ധർമ്മിഷ്ഠനായിട്ടുള്ള ആ ഒരു ക്ഷത്രിയൻ്റെ കീഴിലുള്ള മന്ത്രിയെ കൈക്കൂലി കൊടുത്ത് വാങ്ങുന്നുള്ളത്. ഏതെങ്കിലും രീതിയിൽ കാര്യം നടത്തിയെടുക്കുന്നുള്ളത്. അത് തനി ശകുനിയുടെ ബുദ്ധിയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. അന്നേരം പ്രഭുപാദ്ജി എന്ത് ചെയ്തു? ശകുനി ജയിക്കാൻ പറ്റുമോ? അവസാനം ജയിക്കുന്ന ധർമ്മമല്ലേ. അന്നേരം കറക്റ്റായിട്ട് ഭഗവത്ഗീതയുടെ വഴി തന്നെ പ്രഭുപാദ് പോയി. കുരുക്ഷേത്രത്തിൽ ഭഗവാൻ കൃഷ്ണൻ എന്ത് ചെയ്തു അതേമാതിരി തന്നെ പ്രഭുപാദും ആ ഒരു ഭഗവാനെ കൂട്ടുപിടിച്ചിട്ട് ഭഗവാന്റെ മാർഗത്തിൽ സഞ്ചരിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ റിസൾട്ടാണ് ഈ ഹരേകൃഷ്ണ പ്രസ്ഥാനം. ഒന്ന് ആലോചിച്ച് നോക്കും. അവരുടെ രാജ്യത്ത് പോയി അവരെ തോൽപ്പിച്ചു എന്നുള്ളതാണ്. ഒരേ ഒരു ഇന്ത്യൻ. ബ്രിട്ടീഷ് സൈന്യം മുഴുവൻ വന്നിട്ട് ഇന്ത്യയെ കീഴടക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ കീഴടക്കാൻ പറ്റിയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അവർ വിട്ടുപോകുമോ? 150 വർഷം ഭരിച്ചു, പക്ഷെ നമ്മുടെ കൾച്ചറൊക്കെ നശിപ്പിച്ചു. പക്ഷെ പ്രഭുപാദ് എന്താ ചെയ്തതെന്നറിയോ? ഒറ്റയ്ക്ക് പോയിട്ട് അവിടെ ഉള്ള ആൾക്കാരെ കൈക്കലാക്കിയിട്ട് അവരെ കൊണ്ട് ഭഗവത്ഗീത ഭാഗവതമൊക്കെ പ്രചരിപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഇന്ത്യനെ കൊണ്ട് ഇത് പറ്റുമോ? ആ പ്രഭുപാദിനെ കൊണ്ട് അത് പറ്റിയെന്നുള്ളതാണ്. കാരണം പല രീതിയിലും പ്രഭുപാദ് ഇന്ത്യയിലൊരു പ്രസ്ഥാനത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നോക്കി. ആ ഒരു ഇന്ത്യനും താല്പര്യമില്ല. കാരണം ആ ഒരു ക്ഷത്രിയ സ്പിരിറ്റ് ഇല്ല, ബ്രാഹ്മണ സ്പിരിറ്റ് ഇല്ല ആർക്കും. എല്ലാവരും ശൂദ്ര സ്വഭാവത്തിലിരിക്കുകയാണ്. ആഹാരം കഴിക്കുക, ഉറങ്ങുക, ആഹാരം കഴിക്കുക, ഉറങ്ങുക. അതിനപ്പുറം ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. പ്രഭുപാദ് വിചാരിച്ചു ഇന്ത്യ ഇവിടെ ആരും ഇല്ലേ സത്യം പറഞ്ഞ എന്നൊക്കെ പറഞ്ഞു. പ്രഭുപാദ് എല്ലാം ചിന്തിച്ചു, മാക്സിമം പരിശ്രമിച്ചു. അവസാനം പ്രഭുപാദ് പറഞ്ഞു ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, ഇനി നേരെ ശത്രുപക്ഷത്തിൽ നിന്ന് അവരെ കൈക്കലാക്കുക. ബ്രിട്ടീഷ് തന്ത്രം. ബ്രിട്ടീഷ് തന്ത്രം എന്തായിരുന്നു? അവരുടെ ഈ ആകെ കുറച്ചു പേരേ ഉള്ളൂ. ആരുടെ കയ്യിൽ? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ. അന്നേരം നമ്മുടെ ഭാരതം മുഴുവൻ ക്ഷത്രിയരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അന്നേരം എന്ത് ചെയ്യണം? ക്ഷത്രിയരുടെ ഉള്ളിൽ അടിയുണ്ടാക്കണം. ക്ഷത്രിയർക്ക് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ് അവരുടെ സംസ്കാരം ഏറ്റവും മോശപ്പെട്ടതാണ് അല്ലേ എന്നുള്ള ഒരു മെസ്സേജ് അവരുടെ ഉള്ളിൽ കയറ്റണം. എങ്ങനെ? അവരുമായിട്ട് നല്ല ഫ്രണ്ട്ലി റിലേഷനോടുകൂടി. പ്രഭുപാദ് അത് തന്നെയാണ് ചെയ്തത്. പ്രഭുപാദ് അതിൻ്റെ അർത്ഥം എന്താ? പ്രഭുപാദ് പറ്റിച്ചതാണോ? അല്ല. ശകുനി തെറ്റിന് വേണ്ടി, അധർമ്മത്തിന് വേണ്ടി എല്ലാവരെയും യൂസ് ചെയ്തു, എല്ലാവരെയും നശിപ്പിച്ചു. പക്ഷെ പ്രഭുപാദ് എന്താ ചെയ്തതെന്നറിയോ? ആ സൗഹൃദത്തിലോടു കൂടി പ്രഭുപാദ് ഒരിക്കലും അവരെ വിദേശികളായിട്ട് കണ്ടിട്ടില്ല, ആത്മാവായിട്ട് തന്നെ കണ്ടു. പക്ഷെ ആ വിദേശികളുടെ ഉള്ളിൽ ആ ഭാരതീയ സംസ്കാരത്തിനെ കുറിച്ചുള്ള ആ ഒരു അവരുടെ ആ ഒരു മനോഭാവത്തെ ഉയർത്തി കാട്ടി പ്രഭുപാദ്. കണ്ടില്ലേ ഭാരതീയ സംസ്കാരം കണ്ടില്ലേ, എന്തോ നിങ്ങളുടെ അമേരിക്കൻ കൾച്ചറൊക്കെ വളരെ മോശമാണ്. അതെല്ലാം അവർക്ക് സത്യമായിട്ട് മനസ്സിലായി. കാരണം അതാണ് സത്യം. ബ്രിട്ടീഷുകാരെന്താ ചെയ്തത്? ബ്രിട്ടീഷുകാർ നമ്മുടെ ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ ആൾക്കാരെ നമ്മുടെ ഇടയിൽ വന്നിട്ട് നമുക്കിട്ട് തന്നെ പണി തന്നു. നമ്മുടെ യുവതലമുറയുടെ ഉള്ളിൽ നമ്മുടെ വൈദിക സംസ്കാരത്തെക്കുറിച്ച് എല്ലാ തെറ്റുകളും പറഞ്ഞു കൊടുത്തു. നമ്മളത് വിശ്വസിച്ചു. അത് അടിസ്ഥാനരഹിതമാണ്. ശ്രീല പ്രഭുപാദ് എന്ത് ചെയ്തു? അത് പ്രഭുപാദ് പറയുകയും ചെയ്തു. കാരണം പല ആൾക്കാരും ഒന്നീ ഗാന്ധിയൻ മൂവ്മെൻറ്റിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ കൂട്ടത്തിൽ പോകുന്നു. പ്രഭുപാദ് രണ്ടുപേരെ ഇഷ്ടമാണ്. എന്നിട്ട് എല്ലാവരും ചോദിച്ചു, പ്രഭുപാദ് എന്തെങ്കിലും നമ്മൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ കൂട്ടത്തിൽ ചേരാം അല്ലേ? നമുക്കറിയാം എന്താ സംഭവിച്ചത്. അദ്ദേഹവും പോയി, ആര്? സുഭാഷ് ചന്ദ്രബോസും പോയി, ഗാന്ധിജിയും പോയി, പ്രഭുപാദ്ജി 77-ലും പോയി. പക്ഷെ പ്രഭുപാദ്ജി പോയിട്ടും ഇന്നും ആ ഹരേകൃഷ്ണ പ്രസ്ഥാനം ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും തീരാതെ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഒരിക്കലും നശിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണെന്നുള്ളതാണ്. ഓരോരോ നഗരങ്ങളിലും ഓരോരോ ഗ്രാമങ്ങളിലും, നമ്മുടെ ഭാരതത്തിൽ മാത്രമല്ല ലോകത്തുള്ള എല്ലാ സ്ഥലത്തും ആ ഭാരതീയ സംസ്കാരം ഇങ്ങനെ അതിശക്തമായിട്ട് ഒരു കൊറോണ വൈറസ് മാതിരി ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുക അല്ല. ഇപ്പോൾ നിങ്ങൾ ആരും പ്രഭുപാദ്ജിയെ കണ്ടില്ല, ഞാനും പ്രഭുപാദ്ജിയെ കണ്ടില്ല. പക്ഷെ ആ പ്രഭുപാദിൻ്റെ ആ ഒരു നിസ്വാർത്ഥതയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥപരമായിട്ട് കൃഷ്ണനോടുള്ള യഥാർത്ഥ ഭക്തിയിൽ അദ്ദേഹം ഭക്തിഭാവത്തിൽ എഴുതിയ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതാണ് കറക്റ്റ്, സത്യമാണ്. നമ്മൾ ആരും പ്രഭുപാദിനെ കണ്ടില്ല, ഞാനും കണ്ടിട്ടില്ല പ്രഭുപാദിനെ.
പക്ഷെ ആ പ്രഭുപാദിൻ്റെ ബുക്സ് വായിക്കുമ്പോൾ അതിലെ ആ നിസ്വാർത്ഥത ഏത് വലിയ നിരീശ്വരവാദിയുടെ ഹൃദയത്തെയും തൊടുമെന്നുള്ളതാണ്. ആരുടെ ഹൃദയത്തെയും തൊടുമെന്നുള്ളതാണ്. പ്രഭുപാദിനെ നേരിട്ട് കാണാത്ത, ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത വിദേശികൾ പോലും ആകൃഷ്ടരാവുകയാണ്. പിന്നെ നമ്മൾ എന്തുകൊണ്ട് ആകൃഷ്ടരാവത്തില്ല? കാരണം നമ്മുടെ ആളാണ് അദ്ദേഹം, നമ്മുടെ ഭാരതീയനാണ് അദ്ദേഹം. ഭാരതത്തിലുള്ള ക്ഷത്രിയർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ഈ ഒരു സാധു സന്യാസി ഒറ്റയ്ക്ക് ചെയ്തു എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാരുടെ തോക്കിൻ്റെ മുമ്പിൽ നമ്മുടെ ആദ്യം അവർ എല്ലാം പിടിച്ചടക്കി അവസാനം അവർ ശക്തരായി പിടിച്ചടക്കി നമ്മുടെ ഭാരതത്തെ മുഴുവൻ, ഭാരതീയ സംസ്കാരത്തെ മുഴുവൻ കൊല ചെയ്തു എന്ന് തന്നെ പറയാം, കൊന്ന് തള്ളി എന്ന് തന്നെ പറയാം, ഇല്ലാതെയാക്കി. ഇപ്പോൾ നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ എല്ലായിടത്തും. ദൈവവിശ്വാസം ഇല്ല, എല്ലാം ആ ഒരു മതം വേണ്ട, സെക്യുലറിസം മതി എന്നതിൻ്റെ പേരിൽ നിരീശ്വരവാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പ്രഭുപാദി എന്ത് ചെയ്തു? വളരെ ബുദ്ധിപരമായിട്ട് കളിച്ചിട്ട് എന്ത് ചെയ്തു? നേരെ ശത്രുപക്ഷത്തിൽ. അതും എവിടെ പോയി? ബ്രിട്ടീഷിൽ പോകാമായിരുന്നു പ്രഭുപാദിന്. എവിടെ പോകാമായിരുന്നു പ്രഭുപാദിന്? UK പോകാമായിരുന്നു. പക്ഷെ പ്രഭുപാദ് പറഞ്ഞു അവിടെ പോയാൽ നടക്കത്തില്ല. കാരണം എന്താണ്? പ്രഭുപാദ് വളരെ ബുദ്ധിപരമായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ചൈതന്യ മഹാപ്രഭു പറയുന്നത് തന്നെ എന്താണെന്നറിയാവുന്നു? മോര സേനാപതി ഭക്ത, എൻ്റെ സേനാപതി വരുമെന്നാണ് പ്രഭുപാദ്ജി പറയുന്നത്, ചൈതന്യ മഹാപ്രഭു പറയുന്നത്. എൻ്റെ സേനാപതി വന്നിട്ട് ഈ ലോകത്തെ മുഴുവൻ എല്ലാ നഗരത്തിലും എല്ലാ ഗ്രാമത്തിലും ഭഗവാന്റെ ആ ഒരു സനാതനധർമ്മത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു. സേനാപതി എന്ന വാക്കാണ് പ്രഭുപാദിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. പ്രഭുപാദ് അവതരിക്കുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ഭക്തൻ, എൻ്റെ സേനാപതി ഭക്തൻ വരും, എന്നിട്ട് ഈ ലോകത്തെ മുഴുവൻ കീഴടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അത് ചെയ്തു. കാണുമ്പോൾ എന്താണ്? 69 വയസ്സുള്ള ഒരു പാവം വൃദ്ധൻ. പക്ഷെ അദ്ദേഹം ചെയ്ത വർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഭാരതീയർ ഇനി ഇതിനു മുമ്പേ ഇല്ല, ഇനി ഒരിക്കലും ഉണ്ടാവത്തുമില്ല. വൺ ആൻഡ് ഓൺലി വൺ ഇന്ത്യൻ. ഇങ്ങനെ ഒരാളെ ഇനി ഒരിക്കലും നമുക്ക് കാണാൻ പറ്റത്തില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് പോയി അത് എവിടെ പോയി? അതുകൊണ്ട് ബ്രിട്ടീഷ് UK എന്തുകൊണ്ട് പോയില്ല? കാരണം പ്രഭുപാദിന് മനസ്സിലായി വേൾഡ് വാർ എല്ലാം കഴിഞ്ഞതിന് ശേഷം ബ്രിട്ടീഷ് തകർന്നുകൊണ്ടിരിക്കുകയാണ്, അവരുടെ എക്കോണമി എല്ലാം തീർന്നു. അതുകൊണ്ടാണല്ലോ ഇന്ത്യയെ പോറ്റാൻ പറ്റാത്തതുകൊണ്ടാണ് അവരെല്ലാം മതിയാക്കിയത്. കാരണം വേൾഡ് വാറിന് വേണ്ടുന്ന ആയുധങ്ങളൊക്കെ വാങ്ങിച്ചത് അമേരിക്കയിൽ നിന്നാണ്. അന്നേരത്തേക്ക് അമേരിക്ക സമ്പന്നമായി. അന്നേരം പ്രഭുപാദിന് മനസ്സിലായി അവർ സേനാപതിക്ക് മനസ്സിലാക്കാൻ പറ്റൂ എങ്ങോട്ടാണ് അധികാരം സ്വിച്ച് ആവുന്നതെന്ന്. അന്നേരം 1969 പ്രഭുപാദിന് മനസ്സിലായി ഇനി മുതൽ ഫ്യൂച്ചർ പവർ എന്ന് പറയുന്നത് അമേരിക്കയായിരിക്കും എന്നുള്ളത്. അന്നേരം ആ 50കളിലൊക്കെ ബ്രിട്ടീഷ് ഭരിച്ചു, ഏകദേശം കോളനികളൊക്കെ വിട്ട് പോകുന്ന സമയമാണ്. അന്നേരം പ്രഭുപാദിന് മുൻകൂട്ടി കാണാൻ പറ്റി ബ്രിട്ടീഷുകാർ ഇനി അധികം കാണത്തില്ല, ഇനി എല്ലാ പവറും വരുന്ന അമേരിക്കയാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലോ, അമേരിക്കയാണ് ഇപ്പോഴും അല്ലേ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും അവരാണ് ഏറെക്കുറെ ലോകത്തിൽ തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണം എന്നൊക്കെ. എല്ലാ IT കമ്പനീസും അവിടെ, ഗൂഗിൾ എല്ലാം മൈക്രോസോഫ്റ്റ് എല്ലാം അവിടെയാണ്. അതിൽ അവരാണ് തീരുമാനിക്കുന്നത് ബാക്കിയുള്ളവർ എന്ത് ചെയ്യണമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ പ്രഭുപാദ് അത് മുൻകൂട്ടി മനസ്സിലാക്കി പ്രഭുപാദ് പറഞ്ഞു, ഞാൻ UK പോകത്തില്ല, ഞാൻ അമേരിക്കയിൽ തന്നെ പോകും. അങ്ങനെയാണ് പ്രഭുപാദ് അമേരിക്കയിൽ പോകുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? എല്ലാ ദിവസവും ആ സാധു സന്യാസി എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ പോയി നിരീക്ഷിക്കും, ആൾക്കാരുടെ കൾച്ചർ എന്താണ്, എല്ലാം വായിച്ചു. കാരണം ആദ്യമായിട്ടാണ് പ്രഭുപാദ് അമേരിക്കയിൽ പോകുന്നത്. ഒന്ന് ആലോചിച്ച് പോകണം. എല്ലാ ദിവസവും നടന്നിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും, എന്താണ് നടക്കുന്നത്. അവിടെ എല്ലാം കണ്ടു മനസ്സിലാക്കി പ്രഭുപാദ്ജി. അതിന് പല ആൾക്കാരും നിരുത്സാഹപ്പെടുത്തി പ്രഭുപാദ്ജി. വാട്ട് യു ആർ ഡൂയിങ്? ഇതൊക്കെ ഇന്ത്യക്കാർ തന്നെ അവിടെ പണ്ട് മുതലേ ക്ലാസ്സൊക്കെ എടുക്കുന്ന ആൾക്കാരാണ്. അവരൊക്കെ വന്നിട്ട് പ്രഭുപാദ്ജി ഇങ്ങനെയൊന്നും ചെയ്താൽ നടക്കത്തില്ല കേട്ടോ, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷെ ഞാൻ ഇപ്പോൾ എല്ലാം ഉപേക്ഷിച്ചു. എൻ്റെ കാവ്യവേഷം ഉപേക്ഷിച്ചു, വെജിറ്റേറിയൻ ആയിരുന്നു, ഇപ്പം നോൺ വെജ് കഴിക്കാൻ തുടങ്ങി. കാരണം നോൺ വെജൊക്കെ കഴിച്ച് പറ്റൂ, എങ്കിലേ ആൾക്കാർ കേൾക്കൂ നമ്മൾ പറയുന്നത്. അദ്ദേഹം ഓരോരോ ഭഗവത്ഗീത അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന ആളാണ്. അദ്ദേഹം നോൺ വെജ് കഴിക്കാൻ തുടങ്ങി അല്ലേ, നല്ല മാറ്റമാണ് അല്ലേ, പെട്ടെന്ന് മാറിയത്. അന്നേരം നോൺ വെജ് കഴിക്കാൻ തുടങ്ങി. അതുകൂടാതെ വേഷമൊക്കെ മാറി, ഇപ്പോൾ നല്ല കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ടാണ്
എന്നിട്ട് ഞാൻ നേരത്തെ ആഹാരം കൈവച്ചായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം ഞാൻ സ്പൂണൊക്കെ വെച്ചിട്ട് ഫോക്കും സ്പൂണും ഒക്കെ വെച്ചിട്ടാണ് കഴിയുക. അങ്ങനെയൊക്കെ നമ്മൾ കൾച്ചർ മാറണം, അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞാൽ കേൾക്കത്തില്ല പ്രഭുപാദി എന്ന് പറഞ്ഞു. അന്നേരം പ്രഭുപാദി എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഐ ഹാവ് നോട്ട് കം ടു ചേഞ്ച് മൈ സെൽഫ്, ഐ ഹാവ് കം ടു ചേഞ്ച് ദീസ് പീപ്പിൾ എന്നാണ് പറഞ്ഞത്. ഞാൻ സ്വയം മാറാൻ വേണ്ടിയല്ല ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ ഇവരെ മാറ്റാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അന്നേരം എങ്ങനെയാണോ പാർത്ഥൻ ആദ്യത്തെ അധ്യായത്തിൽ സൈന്യ നിരീക്ഷണം ചെയ്യുന്നത്, അതേപോലെ ഒരു നല്ലൊരു സേനാപതിയെ പോലെ പ്രഭുപാദ് അവിടെ ചെന്നതിന് ശേഷം അവിടെയുള്ള എല്ലാം നിരീക്ഷണം ചെയ്തു എന്നുള്ളതാണ്. പ്രഭുപാദിന് മനസ്സിലായി എല്ലാം സമ്പന്നമാണ്, എല്ലാവിധ കാശും യുവത്വവും എല്ലാം ഉണ്ട്. പക്ഷെ അടിയിലൂടെ ഒരു പുക അദ്ദേഹം കണ്ടു, ഒരു തീ കണ്ടു. ആ തീയെ ആളി കത്തിച്ചു അദ്ദേഹം. എല്ലാവർക്കും ഒരു അതൃപ്തി പ്രഭുപാദ് കണ്ടു. എല്ലാം ഉണ്ട്, പക്ഷേ അതൃപ്തരാണ്. അതിനെ തന്നെ പ്രഭുപാദ് ഊതി എന്ത് ആ തീയെ ആളി കത്തിച്ചു. അതിലാണ് നമ്മുടെ ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ലോകം മുഴുവൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് പ്രഭുപാദ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു ഭാരതീയർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇതിനു മുമ്പേ ആരും ഇങ്ങനെ ചെയ്തിട്ടുമില്ല, ഇദ്ദേഹത്തിന് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. പൊതുവേ ഒരു ഗുരു നോക്കുന്നത് ശിഷ്യൻ്റെ യോഗ്യതയാണ്. പ്രഭുപാദ് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള കുറച്ച് സിൻസിയർ ആൾക്കാരെ കൊണ്ടാണ് പ്രഭുപാദ്ജി ഈ ഒരു ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഇന്ന് ഇതെല്ലാം നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ സംസ്കാരം അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ തിരിച്ചറിയണം. ആ ഒരു സംസ്കാരത്തെ നമ്മൾ ഇത്രയൊക്കെ ആയി, നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ കിട്ടി. അന്നേരം അതിനു വേണ്ടി ഒരുപാട് ത്യാഗം അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ പൂർവികരൊക്കെ. ഇപ്പോൾ നൈമിഷാരണ്യ വനത്തിൽ ഋഷിമാരെല്ലാവരും ഒത്തുകൂടി സൂത ഗോസ്വാമിയുടെ ആ ഒരു ചോദ്യം ചോദിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഭാഗവതം ലഭിക്കത്തില്ലായിരുന്നു. ഇപ്പം നമ്മുടെ പറമ്പിലുള്ള വലിയ വലിയ മാവും അതുമൊക്കെ നമ്മൾ അതിൻ്റെ മാങ്ങ ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെക്കാട്ടി മുമ്പേ ഒരു വ്യക്തി നമ്മുടെ വരും തലമുറ ഇത് ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബീജം ഇട്ടതുകൊണ്ടാണ് നമുക്ക് ആ ഒരു മാമ്പഴം കഴിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുന്നത്. അന്നേരം നമ്മുടെ ഈ ഇരിക്കുന്ന ഇപ്പോഴത്തെ ഭഗവത്ഗീത ഭാഗവതം അതൊന്നും നിസ്സാരമല്ല. ആ ഒരു ഭഗവത്ഗീത ഭാഗവതം നമ്മുടെ കയ്യിൽ എത്താൻ, ആ ഗുരുശിഷ്യ പരമ്പരയിൽ നമ്മുടെ അടുത്ത് എത്താൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇപ്പോൾ എങ്ങനെയാണോ ആ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയ എല്ലാ വ്യക്തികളെയും നമ്മൾ അനുമോദിക്കുന്നത്, അവരെ നമ്മൾ പറയുന്നത് വളരെ ഗ്രേറ്റ് ആണ്, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു, ഓർക്കണം. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും നമ്മൾ സ്വതന്ത്രരല്ല, അല്ലേ? അതാണ് ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ശ്രീല പ്രഭുപാദ്ജിയുടെ ഗുരുവിനെ കണ്ടപ്പോൾ ശ്രീല പ്രഭുപാദ്ജി പറഞ്ഞു, അതിനു മുമ്പേ ഞാൻ പറഞ്ഞത് എന്താണ്, പ്രഭുപാദ്ജിക്ക് സുഭാഷ് ചന്ദ്രബോസിനെ ഇഷ്ടപ്പെട്ടു, അതേസമയത്ത് ഗാന്ധിജിയെ ഇഷ്ടപ്പെട്ടു. പക്ഷെ പ്രഭുപാദ് അതിൽ രണ്ടുപേരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വഴിയാണ് തിരഞ്ഞെടുത്തത്. അത് പലരും പറഞ്ഞു, പ്രഭുപാദ് നീ ആരുടെയെങ്കിലും കൂട്ടത്തിൽ നിൽക്കുമെന്ന് പറഞ്ഞാൽ പ്രഭുപാദ് പറഞ്ഞു, ഒരവസരം കിട്ടുമ്പോൾ ഞാൻ ഈ ബ്രിട്ടീഷുകാർക്ക് നല്ലൊരു പണി കൊടുക്കുമെന്നുള്ളത്. പക്ഷെ ആ പണി കൊടുക്കുന്നത് ഞാൻ എൻ്റെ രീതിയിലായിരിക്കും. അതാണ് പ്രഭുപാദ് ചെയ്തത്. പ്രഭുപാദ് ചെയ്തത് എന്താണ്? പ്രഭുപാദിൻ്റേതായിട്ടുള്ളൊരു പണി കൊടുത്തു. ആ പണിയിൽ നിന്ന് ഇതുവരെയും ബ്രിട്ടീഷുകാർ ഉയർന്നിട്ടില്ല. ഇതാണ് ഒരു ഭാരതീയൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ മുഴുവൻ സൈന്യത്തെയും കൊണ്ടുവന്ന് നമ്മുടെ സനാതന ധർമ്മത്തെ ഇല്ലാതാക്കാൻ നോക്കി. ഏറെക്കുറെ അവർ സക്സസ്ഫുള്ളായി എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷെ ഇതിൻ്റെ ഇടയിലും കുറച്ച് സിംഹത്തെ അവർ കണ്ടില്ലായിരുന്നു, ശ്രീല പ്രഭുപാദ്ജിയെ പോലുള്ള സിംഹത്തെ. അദ്ദേഹം ഒറ്റയ്ക്ക് പോയി അമേരിക്കയിൽ മിക്ക സ്ഥലങ്ങളും കീഴടക്കി. അവിടെ എല്ലാം സനാതന ധർമ്മത്തെ തുടങ്ങി. UK പോയി അവിടെയും തുടങ്ങി, കാനഡയിൽ തുടങ്ങി, റഷ്യയിൽ തുടങ്ങി. അത് അവിടെ എല്ലാം ഹരേ കൃഷ്ണ ഭക്തർ പ്രചരണം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേരിന് അവരൊക്കെ വിദേശികളാണ്, പക്ഷെ നമ്മളെക്കാട്ടി ഏറ്റവും നല്ല ഭാരതീയരാണ് അവരൊക്കെ.
അവർ വീട്ടിൽ നോൺ വെജ് ഇല്ല. വിദേശ രാജ്യത്തിലാണ് അവർ ജീവിക്കുന്നത്, പക്ഷേ നോൺ വെജ് കഴിക്കത്തില്ല. അവരുടെ വീട്ടിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഇടയ്ക്ക് വീഡിയോസൊക്കെ ഇടാം, അവർ കഴിക്കുന്നത് ചപ്പാത്തി, ചോറ്, ദാല്, ഇതൊക്കെയാണ് അവർ കഴിക്കുന്നത്. എന്നിട്ട് നമ്മുടെ കേരളത്തിലെ അവർക്ക് അറിയത്തില്ല കൂടുതലും. കാരണം കേരളത്തിലെ ഹരികൃഷ്ണ പ്രസ്ഥാനം ഇപ്പോൾ അങ്ങോട്ട് തുടങ്ങുന്നല്ലേ ഉള്ളൂ കൂടുതലും. പണ്ടുപോലെ ഉണ്ട്, പക്ഷെ എന്നാലും അവർക്കറിയാവുന്ന വൃന്ദാവനത്തിലെ ആഹാരങ്ങൾ, ബംഗാളി ആഹാരങ്ങൾ, സ്വീറ്റ്സ്, ഇതൊക്കെയാണ് അവർ കഴിക്കുന്നത്. ഒന്ന് ആലോചിക്കണം. ഗുലാബ് ജാമുൻ, ഇതൊക്കെയാണ് അവർ കഴിക്കുന്നത്. ഒന്ന് ആലോചിക്കണം. നോൺ വെജേ ഇല്ല. ഭഗവത്ഗീത ശ്ലോകങ്ങൾ നമ്മളെക്കാട്ടി നല്ലപോലെ അവർക്കറിയാം. അതും ചുമ്മാ പാരായണമല്ല, അർത്ഥസഹിതം. നമ്മൾ ഇടയ്ക്ക് മായപ്പൂരിൽ പോകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഗുരുകുലത്തിലെ കുട്ടികളൊക്കെ അബദ്ധവശാൽ അവരോടൊന്നും പറയരുത്. ഭഗവത്ഗീതയെക്കുറിച്ച് ഡൗട്ട് അല്ല, ഭഗവത്ഗീത ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർ പിന്നെ വെച്ചേക്കത്തില്ല. ആകെ ഇത്രയേ ഉള്ളൂ കൊച്ചു കുട്ടികൾ. 5, 6, 7 വയസ്സായിരിക്കും. പക്ഷെ തത്വം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കഥ തീരുമെന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് പ്രഭുപാദിന്റെ ശക്തി. അങ്ങനെ ലോകത്തെ മുഴുവൻ പ്രഭുപാദ് കീഴടക്കി, ഇനിയും കൂടുതൽ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് യഥാർത്ഥ ഭാരതീയ. യഥാർത്ഥത്തിൽ നമ്മുടെ ഭാരതീയ സംസ്കാരത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. അല്ലാത്തതെല്ലാം ഒരു പ്രഹസനമാണ്, ഒരു ഫാനറ്റിക്കൽ അപ്രോച്ചാണ്. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു? കറക്റ്റായിട്ട് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തു എന്നുള്ളത്. ഇപ്പോൾ ശ്രീല പ്രഭുപാദ്ജി അന്നേരം ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിനെ കണ്ടു. എന്നിട്ട് കണ്ടിട്ട് ചോദിച്ചു, ഭക്തി സിദ്ധാന്ത സരസ്വതി പറഞ്ഞു, നീ ഒരു ഈ ചെറുപ്പക്കാരനായിട്ടോ, കാരണം ഗുരുവാണ്, ശിഷ്യന്റെ ക്വാളിറ്റീസ് മനസ്സിലാക്കി. ഇത് സാധാരണ വ്യക്തിയല്ല, മഹാരഥിയാണെന്ന് മനസ്സിലായി അല്ലേ? മഹാസേനാപതിയാണ് മുന്നിൽ നിൽക്കുന്നത്. ഇദ്ദേഹം വിചാരിച്ചാൽ ലോകത്തെ മുഴുവൻ കീഴടക്കാൻ പറ്റും. ബ്രിട്ടീഷുകാർക്ക് വലിയൊരു എതിരാളിയാണ് ഈ പ്രഭുപാദ്ജി എന്ന് മനസ്സിലാക്കിയ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറഞ്ഞു, അങ്ങ് ചെറുപ്പക്കാരനായിട്ടുള്ള പയ്യനല്ലേ, എന്തുകൊണ്ട് അങ്ങ് വിദേശ രാജ്യങ്ങളിൽ പോയി പ്രചരണം ചെയ്തുകൂടാ എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് കാണുകയാണ്, ഒന്ന് ആലോചിച്ചു വേണം. അതൊരു ശ്രീല പ്രഭുപാദ്ജിയും ഒരു ഗുരുവിൽ നിന്നാണല്ലോ വ്യക്തമായിട്ടുള്ളൊരു ധാരണ കിട്ടുന്നത്. അതിനു മുമ്പേ പ്രഭുപാദ്ജി ഇന്ത്യയിൽ നിന്ന് തുടങ്ങണമെന്ന് തന്നെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. അന്നേരം എങ്ങനെ തുടങ്ങണമെന്നൊരു ആശയത്തിലായിരുന്നു, ഒന്ന് കൺഫ്യൂസ്ഡ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. എങ്ങനെയാണോ അർജുൻ കൺഫ്യൂസ്ഡ് ആവുന്നത്, പക്ഷെ പാർത്ഥസാരഥി വന്നപ്പോഴത്തേക്ക് എല്ലാ കൺഫ്യൂഷനും സോൾവ് ആയി. അതേപോലെ തന്നെ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അന്നേരത്തേക്കാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിനെ കണ്ടത്. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ കണ്ടു. അന്നേരം ചോദിച്ചു, നീ എന്തുകൊണ്ട് ഈ വിദേശ രാജ്യങ്ങൾ ഇതൊക്കെ പ്രചരിപ്പിച്ചുകൂടാ? അന്നേരം പ്രഭുപാദ്ജിയുടെ പ്ലാൻ എന്തായിരുന്നു? സ്വാതന്ത്ര്യ സമരം ജയിച്ചതിന് ശേഷം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പണി തുടങ്ങാമെന്നാണ് വിചാരിച്ചത്. അന്നേരത്തേക്ക് നമ്മുടെ ഭാരതീയരെ എല്ലാവരും ഒന്നിപ്പിച്ച് ഇന്ത്യയിൽ നിന്ന് പണി തുടങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ നമ്മുടെ എങ്ങനെയാണോ ഭഗവാൻ കൃഷ്ണൻ പാർത്ഥന് ഗൈഡൻസ് കൊടുക്കുന്നത്, അതേപോലെ ഗുരു എന്ന് പറയുന്നത് ഭഗവാനല്ല, ഭഗവാന്റെ പ്രതിനിധിയാണ്. അന്നേരം എങ്ങനെയാണോ പാർത്ഥസാരഥി പാർത്ഥന് ഉപദേശം കൊടുക്കുന്നത്, അതേപോലെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ കുറച്ച് വരികൾ പറഞ്ഞതേ ഉള്ളൂ. എന്താണ് പറഞ്ഞത്? ഭരിക്കുന്ന ആൾക്കാർ മാറും, പക്ഷേ ഭരണം എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. കറക്റ്റ് അല്ലേ? ഭരിക്കുന്ന ആൾക്കാർ മാറും, പക്ഷെ ഭരണം എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് ഭരണം മാറാൻ വേണ്ടി കാത്തിരിക്കേണ്ട, എത്രയും പെട്ടെന്ന് പിടിച്ചടക്കാൻ തുടങ്ങിക്കോളൂ, പണി തുടങ്ങിക്കോളൂ എന്നാണ്. കാരണം പണി കൊടുക്കാൻ തന്നെയാണ് ആൾ ഇറങ്ങി വന്നിരിക്കുന്നത്. കാരണം ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പല സീക്രട്ട് ഡയറീസ് പ്രഭുപാദിൻ്റെ, ആരെയും കാണിക്കാത്ത പല ഡയറീസൊക്കെ ഉണ്ടായിരുന്നു പ്രഭുപാദിൻ്റെ. അതൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഭഗവാനുമായിട്ടുള്ള സംസാരമൊക്കെ അതിൽ കണ്ടിരിക്കുന്നു, വളരെ സീക്രട്ടായിട്ട് ആരെയും കാണിക്കാതെ. അല്ല, നമ്മൾ യൂട്യൂബിൽ ഇന്നലെ ഞാൻ കൃഷ്ണനെ കണ്ടു കേട്ടോ. എന്തായിരുന്നു? കൃഷ്ണൻ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയൊക്കെ തന്നു. എന്നിട്ട് എനിക്ക് വളരെ കൈയൊക്കെ വേദനിക്കുമായിരുന്നു, കൈയൊക്കെ മസാജ് ചെയ്തു. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇറക്കും. കണ്ടോ, ഇന്നലെ ഗുരുവായൂരപ്പൻ വന്നു. ഇന്നലെ അങ്ങോട്ട് കണ്ടതേ ഉള്ളൂ ഗുരുവായൂരപ്പനെ. എന്താ പറഞ്ഞത്? നാളെയും വരുമെന്ന് പറഞ്ഞു, മറ്റന്നാളും വരുമെന്ന് പറഞ്ഞു. വേറെ ജോലിയില്ല. കളിയാക്കുന്നതല്ല കേട്ടോ, ക്ഷമിക്കണം. അത് പറയുന്ന ആൾക്കാർ എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ട. യൂട്യൂബിൽ വീഡിയോ ഇറക്കാൻ വേണ്ടി എന്തും ചെയ്യുമെന്ന് പറഞ്ഞാൽ, എന്തും പറയുമെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഇതുണ്ട്. എല്ലാത്തിനും ഒരു അതിരില്ലേ? അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ പ്രഭുപാദ്ജി അങ്ങനെയല്ല. അങ്ങനെയൊന്നും യഥാർത്ഥ ഭക്തൻ കണ്ടു കഴിഞ്ഞാൽ അവർ പ്രഭുപാദ് ആരോടും മിണ്ടത്തില്ലെന്നുള്ള. പരിശുദ്ധ ഭക്തർ കൃഷ്ണനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങും പറയത്തില്ല. കാരണം അവർ എല്ലാവരെയും ആ രത്നത്തെ കിട്ടിക്കഴിഞ്ഞാൽ ആ രത്നത്തെ മറ്റൊരാളുടെ മുമ്പിൽ ആ വിലയില്ലാത്ത, ഈ രത്നത്തിൻ്റെ വില മനസ്സിലാക്കാത്ത വ്യക്തികളുടെ മുമ്പിൽ ഒരിക്കലും ആ രത്നത്തെ ഇടത്തില്ല. ഇപ്പം നമുക്കൊരു അമൂല്യ നിധിയെ കിട്ടിക്കഴിഞ്ഞാൽ
നമ്മൾ ആരോടെങ്കിലും പറയുമോ? ഇന്നലെ പറമ്പിൽ എന്തോ കിളച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു നിധി കിട്ടി, നമ്മൾ ആരോടെങ്കിലും പറയുമോ? നമ്മൾ മിണ്ടാതിരിക്കും, എല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ട് അകത്ത് കുത്തിയിരിക്കും. ആരും അങ്ങനെ ചെയ്യരുത്, അത് ഗവൺമെൻറ്റിനെ അറിയിക്കണം. അന്നേരത്തേക്ക് നമുക്ക് പൊതുവേ മനുഷ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? നിധി കിട്ടിക്കഴിഞ്ഞാൽ ആരോടും അറിയിക്കാതെ മിണ്ടാതെ വെച്ചിരിക്കും എന്നുള്ളതാണ്. അതാണ് നമ്മുടെ പൊതുവെ സ്വഭാവം. അതേപോലെ ഗുരുവായൂരപ്പനെ നേരിട്ട് കണ്ട ആരെങ്കിലും അത് പുറത്ത് പറയുമോ? പുറത്ത് പറയുന്നതിൻ്റെ അർത്ഥം കണ്ടില്ല, അത് ഉറപ്പിച്ചോണം. ഗുരുവായൂരപ്പനെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂന്താനം നമ്പൂതിരിപ്പാട് എപ്പോഴെങ്കിലും പറഞ്ഞു ഞാൻ കൃഷ്ണനെ കണ്ടു എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ജ്ഞാനപ്പാനയിലും പറയുന്നത് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ, മനസ്സിൽ കളിക്കുന്നു എന്നാണ് പറയുന്നത്. ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി, അത്രേ പറയുന്നുള്ളൂ. നാരായണ ഭട്ടതിരിപ്പാടും നാരായണത്തിൽ ഞാൻ കണ്ടു കൃഷ്ണനെ എന്നല്ല, ആ ഒരു ശ്ലോകത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു. പക്ഷെ കണ്ടു എന്നത് നമുക്കും അറിയാം, മനസ്സിലായില്ലേ? അന്നേരം അവരാരും അത് പറഞ്ഞു നടക്കത്തില്ല. വെല്ലുവെങ്കിൽ സ്വാമിയാരോ അല്ലെങ്കിൽ കുറൂരമ്മയോ അവരാരും പറഞ്ഞു നടക്കത്തില്ല ഞാൻ കൃഷ്ണനെ കണ്ടു. അതല്ല. കാരണം കൃഷ്ണനെ കണ്ടു എന്നത് അവരുടെ ഒരു നിധി, പ്രൈവറ്റ് കാര്യമാണ്, അത് ആരോടും ഷെയർ ചെയ്യത്തില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ശില പ്രഭുപാജിയുടെ ആ ഒരു പ്രൈവറ്റായിട്ട് അദ്ദേഹം എഴുതിയ കുറേ ഗ്രന്ഥങ്ങൾ കിട്ടിയപ്പോൾ അതിൽ ഭഗവാനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. അന്നേരം ആ പോകുന്ന സമയത്ത് 2 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്നപ്പോഴും അതുമൊക്കെ അന്നേരം ഭഗവാൻ കൃഷ്ണനെ സാന്ത്വനപ്പെടുത്തിയെന്നും, അതുകൂടാതെ അദ്ദേഹം സംസാരത്തിൻ്റെ ഇടയിൽ യാദൃശ്യമായിട്ട് ഇങ്ങനെ വായിന്ന് വീണു എന്ന് പറയാം, അദ്ദേഹത്തിന് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ താല്പര്യമില്ലായിരുന്നു. ഭഗവാന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു പാർഷദനാണ് ശില പ്രഭുപാദി. ഭഗവാൻ പറഞ്ഞു കുറച്ച് ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ട് വരൂ എന്ന് പറഞ്ഞു. അത്രേ ഭഗവാൻ പറഞ്ഞോളൂ. ബുക്സിലൂടെ ഒരു വിപ്ലവം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്രഭുപാദി വന്നത്, അതിനുവേണ്ടി തന്നെയാണ് വന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്രഭുപാദ് 108 അമ്പലങ്ങൾ സ്ഥാപിച്ചു. ഇപ്പോൾ ലോകത്തിൽ 900 ടെമ്പിൾസ് ആണുള്ളത്. ഒന്ന് ആലോചിച്ച് വേണം, ലോകമെമ്പാടും. അതുകൂടാതെ ചെറിയ ചെറിയ സെൻറ്റേഴ്സ് ഉണ്ടെന്ന് ഒന്ന് ആലോചിച്ചു. ഇതെല്ലാം പ്രഭുപാദിൻ്റെ കാരുണ്യമാണ്. പ്രഭുപാദ് ഇല്ലായിരുന്നെങ്കിൽ ഇസ്കോൺ ഇല്ല, ഇസ്കോൺ ഇല്ലായിരുന്നെങ്കിൽ ഇസ്കോൺ ഗുരുവായൂരും ഇല്ല, ഇസ്കോൺ ഗുരുവായൂരില്ലായിരുന്നെങ്കിൽ നമ്മളും ഇല്ല. അന്നേരം നമ്മളെല്ലാവരും ഈ ഒത്തുകൂടുന്നതും ആ ഒരു സനാതന ധർമ്മത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ആ പ്രഭുപാദിൻ്റെ മുൻകൂട്ടിയുള്ള വിഷനാണ്. എങ്ങനെയാണോ നമ്മൾ മാമ്പഴം കഴിക്കുമ്പോൾ ആ മാമ്പഴം കഴിച്ചിങ്ങനെ കണ്ണടച്ച് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കരുത്, ആ മാമ്പഴം എങ്ങനെ വന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. വന്ന വഴി മറന്നു പോകാൻ പാടില്ല. അന്നേരം ആ മാമ്പഴം കഴിക്കുമ്പോൾ ആ മാവിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും ഓർക്കണം. മാവ് എന്നും അങ്ങനെ നിലനിൽക്കണമെന്ന് നമ്മൾ ആലോചിക്കണം. അതുകൂടാതെ ആ മാവിൻ്റെ ആ ഒരു ബീജം ആരാണ് നട്ടതെന്ന് നമ്മൾ ഓർക്കണം. ആ ഒരു വ്യക്തിയോട് നമ്മൾ എപ്പോഴും കടപ്പെട്ടിരിക്കണമെന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ശില പ്രഭുപാദ് കി ജയ്, ശില പ്രഭുപാദ് കി ജയ്, ശില പ്രഭുപാദ്. കാരണം അദ്ദേഹം അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഒത്തുകൂടുമോ? നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെയാണ്. ഞാൻ ഏതെങ്കിലും ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നേ. കാരണം ഞാൻ പല ഓർഗനൈസേഷനിലും പോയി, എനിക്കൊന്നും ബോധ്യപ്പെട്ടില്ല. സത്വ ഗുണം, രജോ ഗുണം, തമോ ഗുണം. ഞാൻ എൻ്റെ ക്ലാസ്സിൽ കഴിയുന്നത് സിമ്പിളായിട്ട് അവതരിപ്പിക്കാൻ നോക്കുന്നതാണ്. കാരണം ഞാൻ അതിൻ്റെ ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്. കടിച്ചാൽ പൊട്ടാത്ത കാര്യങ്ങൾ കേട്ടിട്ട് എൻ്റെ ചെവി കൂടെയൊക്കെ പുക പോയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചു ഭഗവാനെ ഒന്നും മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കാരണം ഭഗവാനെ അറിയാൻ വേണ്ടി വളരെയധികം ആഗ്രഹിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് വീട്ടിൽ അത്രയും പ്രശ്നമാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ പലപ്പോഴും. ഉടനെ നിങ്ങൾ വിചാരിക്കും സെൻറ്റിമെൻ്റൽ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ തുടങ്ങി. അതൊന്നുമല്ല. കാരണം റിയലി ഞാൻ ഈ പ്രോബ്ലത്തിൻ്റെ എല്ലാം സൊല്യൂഷൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ നോക്കുമ്പോൾ എൻ്റെ വീട്ടുകാരും എൻ്റെ അച്ഛനോ അമ്മയോ ആരെയും ദ്രോഹിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ഈ പ്രശ്നം വരുന്നു? നല്ലവർക്ക് തന്നെ വീണ്ടും വീണ്ടും പണി കിട്ടുന്നത് എന്താണ്? ഇതൊക്കെയായിരുന്നു എൻ്റെ ചോദ്യങ്ങൾ. അതിന് ഉത്തരം ഒരു ഓർഗനൈസേഷനിലും എനിക്ക് കിട്ടിയില്ല. ഞാൻ ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ട്, എല്ലായിടത്തും പോയിട്ടുണ്ട്. വേറെ ഞാൻ കൂടുതൽ പേരൊന്നും പറയുന്നില്ല, ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലായിടത്തും പോയിട്ടുണ്ട്, എല്ലായിടത്തും പഠിച്ചു നോക്കി, ഒന്നും മനസ്സിലായില്ല. അവരോട് ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്, ഡൗട്ട്സ് ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. മറ്റു മതത്തിൽ അവിടെയും പോയിട്ടുണ്ട്, പക്ഷെ ഒന്നും ക്ലാരിറ്റി വന്നിട്ടില്ല. അവസാനം ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ ഒറ്റ പ്രാവശ്യം പോയി അവിടെ ദർശനം കിട്ടി. അതിനുശേഷം പുറത്ത് വന്നപ്പോൾ ഇത്രയും ഒരു ചെറിയ ഭഗവത്ഗീത.
ഈ ഇംഗ്ലീഷിലുള്ള ചെറിയൊരു വെർഷനുണ്ട്. അതിൽ പക്ഷേ എല്ലാം ഉണ്ട്, അക്ഷരങ്ങൾ ചെറുതാണ്. അത് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വായിച്ചു. അവിടെ നിന്നാണ് എല്ലാം തുടങ്ങി. ഒന്ന് ആലോചിച്ചോളൂ, എൻ്റെ ഉള്ളിൽ വലിയൊരു മാറ്റമായിരുന്നു. അത് സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ട് കണ്ണീരിങ്ങ് ഒഴുകുമായിരുന്നു ആ വായിച്ചപ്പോഴത്തേക്ക്. കാരണം ഞാൻ എത്രയോ കാലങ്ങളായിട്ട് അന്വേഷിച്ച ചോദ്യത്തിൻ്റെ എനിക്ക് എൻ്റെ അച്ഛന് ആ ഒരു ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ആ 10ാം ക്ലാസ് മുതൽ അതുവരെ ഞാൻ ഇതൊന്നും പുറകെ പോയിട്ടില്ല. 10ാം ക്ലാസ് മുതൽ ഞാൻ അന്വേഷിച്ച ചോദ്യങ്ങൾ ആ എൻജിനീയറിങ് പഠിക്കുമ്പോഴാണ് എനിക്ക് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ കിട്ടുന്നത്. ഒന്ന് ആലോചിച്ചോളൂ. അന്നേരം 11ാം ക്ലാസ് 12ാം ക്ലാസ് 3 വർഷം എടുത്തു ആ കറക്റ്റായിട്ടുള്ളൊരു പാത കിട്ടാൻ വേണ്ടി. അതും അതിനു മുമ്പേ ഒരു സംഭവം നടന്നു. അതായത് ശിവരാത്രി വ്രതം അതിനു മുമ്പേയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഉറങ്ങാതെ ഞാൻ ഇരുന്ന രാത്രി എന്ന് പറഞ്ഞാൽ ആ ഒരു വർഷത്തെ ശിവരാത്രിയായിരുന്നു. സത്യം, ഞാൻ ഇതിപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുന്നേ ഉള്ളൂ. മഹാദേവനോട് ഞാൻ പ്രാർത്ഥിച്ചു, മഹാദേവ 2 ഓപ്ഷൻ ഞാൻ അങ്ങേക്ക് തരാം. വിവരമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് മഹാദേവനോട് പറയാം, ഒന്നി എനിക്ക് അങ്ങ് ദർശനം തരണം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് ശരിയായിട്ടുള്ള വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങയുടെ ദർശനം വേണം, അല്ലെങ്കിൽ പിന്നെ ഏത് വഴിയിലാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത്, സത്യത്തെ തിരിച്ചറിയാൻ ഏത് വഴിയാണ് പോകേണ്ടതെന്ന് കാണിച്ചു തരണം. അന്നേരം ആശുതോഷൻ മഹാദേവൻ എന്ത് ചെയ്തു? എനിക്ക് വേണ്ടി വലിയൊരു കാരുണ്യം തന്നു. കാരണം അദ്ദേഹം ദർശനം തന്നിരുന്നെങ്കിലും എനിക്കതിൻ്റെ മഹത്വം അറിയത്തില്ല. ഞാനും ഇടയ്ക്ക് യൂട്യൂബ് വീഡിയോ പറയണം, മഹാദേവനെ കണ്ടു. പക്ഷേ അദ്ദേഹം എനിക്ക് ഏറ്റവും വലിയ കാരുണ്യമാണ് തന്നത്. ആ ഒരു ശിവരാത്രി വ്രതം എടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് അത്രയും കാലം ഞാൻ പൂനെയിൽ തന്നെയാണ് താമസിക്കുന്നത്. പക്ഷേ ഒരിക്കലും ഇസ്കോണിലോട്ട് ഇപ്പോൾ പോയിട്ടില്ല. അന്ന് എന്തോ അകത്തുനിന്നൊരു പുഷ്, അങ്ങോട്ട് പോകണം എന്ന് തോന്നിയിട്ട് നേരെ ചെന്ന് എത്തിയത് ആ ഒരു ഇസ്കോണിലാണ്. ആ സമയത്താണ്, ഒരാഴ്ചയ്ക്കുള്ളിലാണ് ആ ഭഗവീത കിട്ടിയതും ആ ഭഗവീത വായിച്ചു തുടങ്ങിയതും. അതിൽ പിന്നെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയി. ഒന്ന് ആലോചിച്ചു. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, ഇതിൽ സത്യമുണ്ട്, അല്ലാതെ ഇതൊരു ഊഹാപോഹത്തിൻ്റെ അല്ല. ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ വലിയൊരു സത്യമുണ്ട്, ധർമ്മമുണ്ട്, ഭഗവാൻ കൃഷ്ണനുണ്ട്, ശ്രീമതി രാധികയുണ്ട്, വൃന്ദാവനം മൊത്തം ഇവിടെയുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് ആരൊക്കെയാണോ ആ ഒരു പാതയിൽ ശ്രീല പ്രഭുപാദിയുടെ ഗ്രന്ഥങ്ങൾ വായിച്ച് മുന്നോട്ട് പോകുന്നത്, ഉറപ്പാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട, ഇത് അവരുടെ അവസാനത്തെ ജന്മം, ഒടുക്കലത്തെ ജന്മമായിരിക്കും. ആരൊക്കെയാണോ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നത്, ആരൊക്കെയാണോ ആ ഒരു 4 യമനിയമങ്ങൾ പാലിക്കുന്നത്, മാംസഭക്ഷണം ഉപേക്ഷിക്കുന്നു, അവിഹിത ബന്ധങ്ങൾ, അത് വിവാഹ ബന്ധമല്ലാതെ വേറൊരു അവിഹിത ബന്ധങ്ങളൊന്നും പാടില്ലാതിരിക്കുന്നു, കാശിനോടുള്ള ആർത്തികളൊക്കെ വിടുന്നു, ചൂതുകളി ഗ്യാംബ്ലിംഗ് ഒക്കെ വിട്ടിട്ട് ലഹരി പദാർത്ഥങ്ങൾ പൂർണ്ണമായിട്ടും വർജിക്കുന്നു, അങ്ങനെ ആരാണോ ജീവിക്കുന്നത് അവരുടെ ഇത് അവസാനത്തെ ജന്മമാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. ശ്രീല പ്രഭുപാദി ഉറപ്പ് നൽകുന്നു. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാണ്. അതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ വളരെ 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 ഹാപ്പിയാണ്. ഇപ്പോൾ 2011 തുടങ്ങിയ യാത്രയാണ്, ഇപ്പോൾ 10 വർഷമായി. ഇതുവരെ എനിക്ക് ഒരു ദിവസം പോലും കുറ്റബോധം തോന്നിയിട്ടില്ല ഞാൻ വന്നത് തെറ്റായിട്ടുള്ള വഴിയിലാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും ഞാൻ ഉറങ്ങുന്ന സമയത്ത് അടുത്ത ദിവസം ഞാൻ ചിന്തിക്കും, അടുത്ത ദിവസം എന്താണ് ഗുരുവായൂരപ്പന് വേണ്ടി ചെയ്യേണ്ടത്. വളരെ എക്സൈറ്റഡ് ആണ്. ഓരോ ദിവസവും സത്സംഗത്തിൽ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് എനിക്ക് കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആണ്, ഇന്ന് ഭഗവാനെക്കുറിച്ച് പുതിയത് എന്തെങ്കിലും പറയാമല്ലോ. അന്നേരം ഇതെല്ലാം ഭഗവാന്റെ കാരുണ്യമാണ്, ആ ശ്രീല പ്രഭുപാദിയുടെ കാരുണ്യമാണ്, എൻ്റെ ഗുരുദേവൻ്റെ കാരുണ്യമാണ്. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇനി ഈ ലോകത്തിൽ ഒരു ആഗ്രഹമില്ല. എനിക്ക് കിട്ടാനുള്ള എല്ലാം കിട്ടിക്കഴിഞ്ഞു. എന്താണ് കിട്ടാനുള്ളത്? ഈ ഒരു അവസരം കിട്ടിയ ഇതിൽ പരം എന്താണ് വേണ്ടത്? സത്യം പറഞ്ഞാൽ ഗോലോകത്തിലേക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, എത്രത്തോളം കാലം ഇവിടെ ഇരിക്കുന്നോ ഇതേപോലെ ഭഗവാനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. ഒരു ദിവസം കൂടെ കിട്ടുവാണെങ്കിൽ ആ ഒരു ദിവസവും അവസാന ശ്വാസം വരെ ഭഗവാനെക്കുറിച്ച് പറഞ്ഞ് മരിക്കുക എന്നതാണ് അദ്ദേഹത്തിനോട് എൻ്റെ ഒരു പ്രാർത്ഥന. അത് അത്യാഗ്രഹമാണോന്നും എനിക്കറിയത്തില്ല. അഥവാ ഇനി പറയാൻ വേണ്ടി അവസരം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഓൾറെഡി ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇത്രയൊക്കെ പറയാൻ പറ്റി. ഞാൻ വളരെയധികം കൃതാർത്ഥനാണ്. സത്യം പറഞ്ഞാൽ എത്ര നന്ദി പറഞ്ഞാലും പ്രഭുപാദിനോടുള്ള എൻ്റെ ആ ഒരു നന്ദി രേഖപ്പെടുത്താൻ പറ്റത്തില്ല. എൻ്റെ ജീവിതം മുഴുവൻ അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങൾ സമർപ്പിച്ചാലും ഒരിക്കലും അതിന് പകരമാവത്തില്ല. കാരണം അത്രത്തോളം ത്യാഗമാണ് അദ്ദേഹം നമുക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അന്നേരം എന്തായാലും ഇവിടം വരെയായി. നമുക്ക്
ശ്രീല പ്രഭുപാജിയെക്കുറിച്ചുള്ളൊരു കീർത്തനമുണ്ട്. അത് പറഞ്ഞ് ഇന്നത്തെ സത്സംഗം നിർത്താം. എന്നിട്ട് വൈകുന്നേരത്ത് നമുക്ക് ഭഗവത്ഗീതാ സന്ദേശത്തിൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, തുടങ്ങാം. ജയ പ്രഭുപദ ജയ പ്രഭുപദ പ്രഭുപദ ജയ പ്രഭുപദ ജയ പ്രഭുപദ ജയ പ്രഭുപദ പ്രഭുപദ ജയ പ്രഭുപദ ജയ 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 പ്രഭുപദ 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 ജയ ജയ പ്രഭുപദ പ്രഭുപദ പ്രഭുപദ. ശ്രീ ഗുരു ചരണ പദ്മ കേവല ഭക്തി സദ്മ. ശ്രീ ഗുരു ചരണ പദ്മ കേവല ഭക്തി സദ്മ. ബന്ധമോയെ സാവധാന മാതേ ബന്ധമോയെ സാവധാന മാതേ. जहर प्रसादे भाई ए भव तोरिया जहर प्रसादे भाई ए भव तोरिया. कृष्ण प्राप्ति होय जन होय ते कृष्ण प्राप्ति होय जन होय ते. गुरु गुरुमुख पद्म वाक्य चिते ते कोरिया ऐक्य. और ना कोरी हो मने आशा और ना कोरी हो मने आशा. श्री गुरु चरणे रति ऐसे उत्तम गति. श्री गुरु चरणे रति ऐसे उत्तम गति. जे प्रसादे पूरे सर्व आशा जे प्रसादे पूरे सर्व आशा. चक्षुदान दिलो जय जन्मे जन्मे प्रभु से. चक्षुदान दिलो जय जन्मे जन्मे प्रभु से. दिव्य ज्ञान हृदय प्रकाशितो दिव्य ज्ञान हृदय प्रकाशितो. प्रेम भक्ति जगा होइते अविद्या विनाश जते. प्रेम भक्ति जगा होइते अविद्या विनाश जते. वेद ज्ञान चरितो वेद ज्ञान चरितो. श्री गुरु करुणा सिंधु अधम जनर बंधु. श्री गुरु करुणा सिंधु अधम जनर बंधु. लोकनाथ लोकेर जीवना लोकनाथ लोकेर जीवना. श्रील प्रभुपाद लोकेर जीवना. महाप्रभु करो दया देह मोरे पदच्छया. प्रभु करो दया देह मोरे पदच्छया. ए बेगाय दुष्क्रि भुवना ए बेगाय दुष्क्रि भुवना. जय प्रभुपदा 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 जय प्रभुपदा जय प्रभुपदा 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 जय प्रभुपदा. नमो विष्णुपदाय कृष्णपृष्ठाय भूतले
श्रीमते भक्ति वेदांत स्वामिन् इति नामिने नमः। विष्णुपदाय कृष्णप्रेष्ठाय भूतले श्रीमते भक्ति वेदांत स्वामिन् इति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्णा हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्णा हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्णा हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्णा हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्णा हरे हरे, हरे राम 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 हरे हरे। गोलोकेर प्रेमधन हरिराम संकीर्तन की जय। नामाचार्य श्रीदास ठाकुर की जय। श्री प्रभुपाद की जय। निताय गौर प्रेमानंदे। हरि हरि बोल। ഇത് നമുക്ക് छोटी छोटी गैया പാടാം. छोटी छोटी गैया छोटे छोटे ഗ്വാൽ. ഒരു കാര്യം പറഞ്ഞില്ലല്ലോ, മാല കണ്ടില്ലേ? രാധാറാണി മാല അയച്ചിരിക്കുകയാണ്. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടക്കുന്ന ലക്ഷണമുണ്ട് അല്ലേ? അവിടെ വിരഹം സഹിക്കാൻ പറ്റുന്നില്ല, വൃന്ദാവനത്തിൽ ഇങ്ങ് വരണ്ടേ? എന്നിട്ട് അവിടുന്ന് മാല അയച്ചിരിക്കുകയാണ്. ഇപ്പോൾ മാല ഇട്ടിരിക്കുകയാണ് ആളിൽ. നോക്കാം എന്താണ് കല്യാണം നോക്കട്ടെ. छोटी छोटी गैया छोटे छोटे ग्वाल, छोटा सा मेरो मदन गोपाल. छोटी छोटी गैया छोटे छोटे ग्वाल,
छोटा सा मेरो मदन गोपाल, छोटी छोटी गैया छोटे छोटे ग्वाल, छोटा सा मेरो मदन गोपाल, छोटी छोटी गैया छोटे छोटे ग्वाल, छोटा सा मेरो मदन गोपाल, आगे आगे गैया पीछे पीछे ग्वाल, आगे आगे गैया पीछे पीछे ग्वाल, बीच में मेरो मदन गोपाल, बीच में मेरो मदन गोपाल, छोटी छोटी गैया छोटे छोटे ग्वाल, छोटा सा मेरो मदन गोपाल, छोटी छोटी गैया छोटे छोटे ग्वाल, छोटा सा मेरो मदन गोपाल, कारी कारी गैया गोरे गोरे ग्वाल, कारी कारी गैया गोरे गोरे ग्वाल, श्याम बरन मेरो मदन गोपाल, श्याम बरन मेरो मदन गोपाल, छोटी छोटी गैया छोटे छोटे ग्वाल, छोटा सा मेरो मदन गोपाल, छोटा सा मेरो मदन गोपाल, छोटी छोटी लखुटी छोटे छोटे हाथ, छोटी छोटी लखुटी छोटे छोटे हाथ, बंसी बजाए मेरो मदन गोपाल, बंसी बजाए मेरो मदन गोपाल, छोटी छोटी गैया छोटे छोटे ग्वाल, छोटा सा मेरो मदन गोपाल, छोटी छोटी गैया छोटे छोटे ग्वाल, छोटा सा मेरो मदन गोपाल, मदन गोपाल मदन गोपाल, राधे गोपाल राधे गोपाल, राधे गोपाल राधे गोपाल, राधे गोपाल राधे गोपाल, छोटी छोटी गैया छोटे छोटे ग्वाल, छोटा सा मेरो मदन गोपाल, छोटी छोटी गैया छोटे छोटे ग्वाल, छोटा सा मेरो मदन गोपाल, आगे आगे गैया पीछे पीछे ग्वाल, बीच में मेरो मदन गोपाल, घास खाए गैया दूध पीवे ग्वाल, माखन चुराए मेरो मदन गोपाल, माखन चुराए मेरो मदन गोपाल, छोटी छोटी सखिया मधुबन बाल, छोटी छोटी सखिया मधुबन बाल, रस रचाए मेरो मदन गोपाल, रस रचाए मेरो मदन गोपाल, मदन गोपाल मदन गोपाल, राधे गोपाल राधे गोपाल, राधे गोपाल राधे गोपाल, राधे गोपाल राधे गोपाल। गोलोक प्रेम धना हरिनाम संकीर्तन की जय, नामाचार्य श्री दास ठाकुर की जय, श्री प्रभुपाद की जय, निताय गौर प्रेमानंदे, हरि हरि बोल, ഹരേ കൃഷ്ണ. അന്നേരം ഇന്നത്തെ സത്സംഗത്തിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഭാഗവതം ലഭിച്ചത് എന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഇനി വൈകുന്നേരം നമുക്ക് ഗീതാ സന്ദേശത്തിൽ ഇന്നലെ നമ്മൾ നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങാം. ഹരേ കൃഷ്ണ. ഇന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും, അതുകൂടാതെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, ഇനി മുന്നോട്ടും വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലേ, കാരണം എല്ലാ പ്രാവശ്യവും നമ്മൾ പറയും ഈ കണ്ടുകൊണ്ടിരുന്ന വന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ അനുഗ്രഹം ലഭിക്കട്ടെ. അന്നേരം ഒരാൾ മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞ ഈ ലൈവിൽ വരുന്നവർക്ക് മാത്രമേ ഉള്ളൂ അനുഗ്രഹം, നമുക്കൊന്നും ഇല്ലേ, ദൈവം നമുക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഭഗവാന്റെ അടുത്ത്, മദൻ ഗോപാലിൻ്റെ അടുത്ത്. ഹരേ കൃഷ്ണ. ശ്രീ പ്രഭുപാദ് കി ജയ്, ശ്രീമദ് ഭാഗവതം കി ജയ്, നിതായ് ഗൗർ പ്രേമാനന്ദേ, ഹരി ഹരി ബോൾ.